പ്രിയപ്പെട്ടവരെ, സെക്യുലർ ഫാമിലി ഗ്രൂപ്പിലാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ പ്രത്യേകിച്ച് സെക്യുലർ ജീവിക്കുന്നവരുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് സന്തോഷപരമായ ജീവിതമാണ്. അതിന് ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യത്തിന് ഇന്ന് നമുക്ക് വിലക്കായിട്ട് നിൽക്കുന്നത് നിലനിൽക്കുന്ന മത ജാതി വ്യവസ്ഥയാണ്. അതോടൊപ്പം തന്നെയാണ് പ്രത്യയശാസ്ത്ര കേന്ദ്രിതമായ പല ഭരണകൂട വ്യവസ്ഥിതിയും നമുക്ക് സ്വാതന്ത്ര്യത്തിന് വിലക്ക് അനുഭവിക്കുന്നുണ്ട്. അതിനാൽ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നെങ്കിൽ സന്തോഷങ്ങൾ ഇല്ലാതാവുന്നുണ്ട്. അത് കുടുംബത്തിലും സമൂഹത്തിലും പല ഭാഗത്തും നമുക്ക് പല രീതിയിലുള്ള വിലക്കുകൾ വരുന്നുണ്ട്. നമുക്ക് ശിശു പരിപാലനത്തിനൊക്കെ അനേകം വ്യവസ്ഥകളുണ്ട്. കൗമാരങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് സർക്കാർ തലത്തിലൊക്കെ നിരവധി പ്രോജക്റ്റുകളുണ്ട്. മാതൃ ശിശു പരിപാലനത്തിന് വേണ്ടി പ്രത്യേക ഹോസ്പിറ്റലുണ്ട്. പക്ഷെ നമ്മുടെ സ്റ്റേറ്റിൻ്റെ രീതിയിൽ വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക ഒരു ക്രമം ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അടുത്ത കാലങ്ങളിൽ വയോജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വരികയും അങ്ങനെ 2007 മാത്രമാണ് ഒരു വയോജന ബില്ല് കേരള നിയമസഭയിൽ കൊണ്ടുവരികയും അത് ഒരു പരിധിവരെ കുറേ പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. നമ്മൾ നോക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ ജീവിതക്രമം പരിശോധിച്ചാൽ, അതായത് മനുഷ്യൻ്റെ ഉത്ഭവകാലം, മനുഷ്യൻ ഈ സമൂഹത്തിൽ ഇന്ന് കാണുന്ന നമ്മുടെ ഈ മനുഷ്യ സമൂഹം ഉണ്ടായിട്ട് 2.5 ലക്ഷം വർഷം ആയിട്ട് ഉള്ളൂ എന്നാണ് ശാസ്ത്രലോകം വിലയിരുത്തുന്നത്. മനുഷ്യനുണ്ടായ കാലത്ത് മനുഷ്യൻ്റെ ആയുർദൈർഘ്യം എന്ന് പറഞ്ഞത് പരമാവധി 28 അല്ലെങ്കിൽ 30 വയസ്സ് വരെ മാത്രമാണ്. നമ്മുടെ ശാസ്ത്രത്തിൻ്റെ, പ്രത്യേകിച്ച് ആധുനിക ശാസ്ത്രത്തിൻ്റെ, ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പ്രത്യേകം മരുന്നുകളും മറ്റും കഴിച്ചാണ് നമ്മൾ ആയുസ് നീട്ടി കൊണ്ടുപോകുന്നത്. പല രാഷ്ട്രങ്ങളിലും ആയുസ് വളരെ നീണ്ടിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്ക് ഏകദേശം ഒരു 70 വയസ്സ് മാത്രമാണ് ആയുസ് പറഞ്ഞത്. കേരളത്തിൽ അല്പം കൂടുതലാണ്, 75 വയസ്സ് വരെയൊക്കെ വരുന്നുണ്ട്. അപ്പം അതായത് മനുഷ്യൻ്റെ ജീവിതക്രമം അനുസരിച്ച്, നമ്മളെ ശാസ്ത്രത്തിൻ്റെ നേട്ടമനുസരിച്ച് പ്രായം കൂടിയപ്പോൾ ഇവർ വയോജനങ്ങളുടെ ലിസ്റ്റിലേക്ക് വന്നപ്പെട്ടു. നമ്മൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് വയോജനങ്ങൾ എന്നറിയപ്പെടുന്നത് 60 വയസ്സിന് മുകളിലുള്ളവരെയാണ് വയോജനങ്ങളായിട്ട് കണക്കാക്കുന്നത്. നമ്മുടെ സ്റ്റേറ്റിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കുക. 55-56 വയസ്സൊക്കെ സ്റ്റേറ്റ് സർവീസിന് പെൻഷൻ പറ്റുന്നുണ്ട്. 60 വയസ്സായ ആൾക്കാർ ഒത്തിരി നമ്മളെ ഗ്രൂപ്പുകളിൽ മറ്റുമുണ്ട്. അവരെ നമ്മൾ വയോജനങ്ങളായിട്ട് കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷേ 70 വയസ്സ് കഴിയുമ്പം തന്നെ അവരുടെ ആരോഗ്യസ്ഥിതിയൊക്കെ വളരെയധികം പിന്നാലെ പോകും. നമ്മൾ നോക്കേണ്ടത് ശിശുക്കളെ പരിപാലിക്കുന്നത് പോലെ ആവേണ്ട ഒരവസ്ഥയാണ് വയോജനങ്ങളുടെ പരിപാലനം. ശിശുക്കളെ പരിപാലിക്കാൻ മാതാപിതാക്കളും നമ്മുടെ വ്യവസ്ഥകളും ഒത്തിരി ഉണ്ട്. പക്ഷേ വയോജനങ്ങളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞതിന് ഈ വയോജനങ്ങളുടെ മാതാപിതാക്കൾ ഇല്ല. അപ്പോൾ ആരാ സംരക്ഷിക്കേണ്ടത്? അപ്പോൾ സ്റ്റേറ്റ് പറയുന്നു വയോജനങ്ങളുടെ സംരക്ഷിക്കേണ്ട സ്റ്റേറ്റ് പറയുന്നു വയോജനങ്ങളുടെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കുട്ടികൾക്കാണ്. അത് ഈ പിതാക്കൾ സൃഷ്ടിച്ച കുട്ടികളാണെന്നാണ്. അത് പ്രായോഗികപരമായി അല്ലെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്ര എളുപ്പമല്ല. കുട്ടികൾ എന്ന് പറയുന്നത് അവർ ചെറുപ്പക്കാരാവും, അവരും 50 മധ്യവയസ്കയിലേക്ക് എത്തും ഒക്കെ ചെയ്യാറുണ്ട്. അവർ തൊഴിൽപരമായി അവർ തിരക്കിലായിരിക്കും, ചിലപ്പോൾ രാജ്യത്ത് കാണില്ല, രാജ്യം വിട്ടായിരിക്കും ഉണ്ടായിരുന്നത്. അതത്ര എല്ലാവർക്കും അത്ര പ്രായോഗികമല്ല എന്നാണ്. അപ്പം സ്റ്റേറ്റ് പറയുന്ന അതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട്, നമ്മൾ പരിഹരിക്കാം. ഇതിനുവേണ്ടി രാജ്യത്ത് തന്നെ പല ചർച്ചകളൊന്നു, ലോകത്തുമല്ല പല ചർച്ചകളൊന്നു. അങ്ങനെ 1990 ഡിസംബർ 14 ഐക്യരാഷ്ട്രസഭയുടെ അസംബ്ലി ഒരു യോഗം കൂടി ഒക്ടോബർ 1 വയോജന ദിനമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോകത്തൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന സ്ഥലം, പലയിടത്തും ചർച്ച ചെയ്യപ്പോൾ ഒക്ടോബർ 1 വയോജന ദിനമായി പ്രഖ്യാപിച്ചു. അപ്പം ഇത് കാരണം എന്ന് വെച്ചാൽ പ്രായമാകുമ്പോൾ, അതായത് ഒരു 50-60 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ ജീവശാസ്ത്രപരമായുള്ള ഹോർമോൺ വ്യതിയാനങ്ങൾ സംഭവിക്കും. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ആർത്തവവിരാമം ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ അത് പുരുഷന്മാർക്ക് സംഭവിക്കാറുണ്ട്. സ്ത്രീകൾക്കാണ് കൂടുതൽ പറഞ്ഞത്. അതായത് ആരോഗ്യ പ്രശ്നങ്ങൾ, കുറച്ച് ഡിപ്രഷൻ ഉണ്ടാവാറുണ്ട്, ഭയങ്കര ദേഷ്യം, വിഷാദം, ഇതൊക്കെ ഈ സമയത്ത് ഉണ്ടാകുന്നതാണ്. നമ്മൾ പരിഹരിക്കുന്ന ഇത് അറിവിൻ്റെ ഭാഗമായി നമ്മൾ കാണേണ്ടതാണ്. സ്ത്രീകൾക്കുണ്ടാകുന്ന വ്യതിയാനങ്ങൾ വളരെ ഇതാണ്. ഉത്കണ്ഠ, പിന്നെ ഉണ്ടാകുന്നത് മരണഭയം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, അറിയാൻ പറ്റും. ഈ വയോജനങ്ങളായ, അതായത് പ്രായം ചെന്നവർ പത്രം എടുത്താൽ ആദ്യം നോക്കുന്നത് ചർമ്മക്കോളങ്ങളായിരിക്കും. ഈ മരണഭയം ഈ മനഃശാസ്ത്രപരമായി ഇതിൽ കൂടെ ഉണ്ടാകുന്ന സ്ഥാനമാണ്. അപ്പോൾ ഉത്കണ്ഠ ഉണ്ടാകും, ഭയമുണ്ടാവും, വിഷാദം ഉണ്ടാവും, ഈ പറയുന്നതിൽ ഉണ്ടാകുന്ന രീതിയാണ്. പിന്നെ പറയുന്നത് ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾ, മറവി രോഗങ്ങൾ വരാം. നിങ്ങൾ ഓർത്തു നോക്കണം, മറവി രോഗങ്ങൾ നമ്മൾ ഓരോരുത്തരും ചിരിച്ചാൽ നമ്മൾ പഴയ കാര്യങ്ങൾ ഓർക്കുന്നത്
കുറേ പ്രശ്നങ്ങൾ, മറവി രോഗങ്ങളുണ്ടാകും. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ, നമ്മൾ ഈ ജീവിതക്രമമായ ഡയബറ്റിക് പോലെ ജീവജന്യ രോഗങ്ങളൊക്കെ, അതായത് നമ്മൾ ഈ ആധുനിക വൈദ്യശാസ്ത്ര ഫലമായ പ്രായം നീട്ടിയത്, ആ പ്രായം നീട്ടിയതിൻ്റെ ഫലമായാണ് ഈ രോഗങ്ങൾ വന്നുകൂടുന്നത്. അല്ല, രോഗങ്ങൾ ഈ കാലഘട്ടത്തിൽ കൂടുതലായതല്ല, രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനൊക്കെ പരിഹാരം നമുക്ക് ഈ ശിശു പരിപാലനം പോലെയോ അല്ലെങ്കിൽ കൗമാര പരിപാലനം പോലെയോ വയോജന പരിപാലനം നമ്മുടെ സ്റ്റേറ്റിൽ ലഭ്യമല്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. വയോജന പ്രശ്നം ഇന്ത്യയിൽ ചർച്ച നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ കാര്യം വളരെ പിന്നോക്കാവസ്ഥയാണ്. അതായത് ഇന്ത്യയിൽ 110 ദശലക്ഷം പ്രായമുള്ളവരാണ് ഒരു പ്രത്യേക കണക്കിൽ പറയുന്നുണ്ട്. അവരുടെ സംരക്ഷണം വളരെ പിന്നിലാണ്. അതിൽ യുഎൻ തയ്യാറാക്കിയ ഒരു ഗ്ലോബൽ ഏജ് വാച്ചിങ് ഇൻഡെക്സ് 2013 അതിൽ നോക്കിയപ്പോൾ 91 രാജ്യങ്ങളെടുത്ത് നോക്കിയപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം 73. വളരെ ദയനീയമാണ് ഇവിടുത്തെ പ്രായമായവരുടെ അവസ്ഥ. അതായത് പ്രായമായവരുടെ ആരോഗ്യം, തൊഴിൽ, വരുമാനം, ചുറ്റുപാടുകൾ എന്നിവ മാനദണ്ഡമാക്കിയാണ് യുഎൻ തയ്യാറാക്കിയ ഗ്ലോബൽ ഏജ് വാച്ചിങ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതിൽ 91 രാജ്യങ്ങൾ എടുത്തപ്പോൾ 73 സ്ഥാനമാണ് ഇന്ത്യയുടെ സ്ഥാനം. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ ഒരു ഹെൽപ്പ് ഏജ് ഇന്ത്യ സർവേ പ്രകാരം വയോജനങ്ങളിൽ 58% ആൾക്കാരും സ്വന്തം വരുമാനമില്ലാത്തവരാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട, സ്വന്തം വരുമാനമില്ലാത്ത ആൾക്കാർ ആണ് 58% ഉള്ളത്. അത് സർവീസ് പെൻഷൻ പറ്റുന്ന ആൾക്കാർ അവർക്ക് ഉണ്ടാവും, അല്ല മാസം തോറും വരുമാനം വരും. പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും സ്വന്തം വരുമാനമില്ലാത്തവരാണ്, മക്കളുടെ ഇതിൽ ജീവിക്കണം. ഇനി നമ്മളിത് നോക്കണം, ഈ മക്കളുടെ ഔദാര്യത്തിൽ ജീവിക്കുക എന്ന സാധനമാണ് ഉള്ളത്. ഇനി നമ്മൾ പരിശോധിച്ച് നോക്കുക, നമ്മുടെ ചുറ്റുപാടും ഭൂരിഭാഗം ആൾക്കാരും കുട്ടികളുടെ, അതായത് ഈ എവിടെ മക്കളുടെ സംരക്ഷണമാണ് കൂടുതലും കഴിയുന്നത്. ഇതിനൊരു പ്രശ്നമുണ്ട്. നമ്മൾ ശിശു പരിപാലനം നമ്മൾ പരിശോധിച്ചോ, കുട്ടികളുടെ നമ്മൾ സംരക്ഷിച്ചു കൊടുക്കുമ്പോൾ രക്ഷകർത്താക്കളുടെ രീതിയിലാണ് അവർ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് അനുസരിപ്പിക്കുകയാണ്. അതായത് രക്ഷകർത്താക്കൾ യുക്തിവാദിയാണെങ്കിൽ യുക്തിവാദിയാക്കാൻ ശ്രമിക്കും, രക്ഷകർത്താവ് ഇസ്ലാമാണെങ്കിൽ ഇസ്ലാമാക്കാൻ ശ്രമിക്കും, അന്ധവിശ്വാസങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിക്കും, അത് പഠിപ്പിക്കും, ഇത് പഠിപ്പിക്കും. അവിടെ കുട്ടിയുടെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നുണ്ട്, ഉറപ്പാണ്. കുട്ടിയുടെ ഒരു സ്വാതന്ത്ര്യമുണ്ട്. അപ്പം അതേ രീതിയിലാണ് തിരിച്ച് സംഭവിക്കുന്നത്. കുട്ടികളുടെ സംരക്ഷണത്തിലാണ് ഈ വയോജനങ്ങളാണെങ്കിൽ ഈ കുട്ടികളുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കേണ്ട അവസരം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സന്തോഷമാണ് ജീവിതമെങ്കിൽ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുകയാണ്. ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വയോജനങ്ങളുടെ ബഹുഭൂരിപക്ഷം ആൾക്കാരും ഈ കുട്ടികളെ സംരക്ഷിക്കുന്ന, അതായത് ചെറുമക്കളെ വളർത്താനുള്ള ഒരു ജോലി ഏൽപ്പിച്ച രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ സന്തോഷപ്രദമായിരിക്കും, പക്ഷേ നമുക്ക് അവിടെ ഒരു സ്വാതന്ത്ര്യത്തിന് നിഷേധമുണ്ട്. നമ്മൾ മനുഷ്യനെ അടിസ്ഥാനപരം നമ്മൾ ഇന്ന് ഇവിടെ വന്ന് കൂടിയപ്പോൾ നമുക്കൊരു ചെറിയൊരു സ്വാതന്ത്ര്യം ലഭിച്ചു, സന്തോഷം ലഭിച്ചു. ഈ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന ഒരു ലോക്കിംഗ് ആണ് അവിടെ നടക്കുന്നത്. അങ്ങനെ ഈ വയോജനങ്ങൾ ഇന്ന് നമ്മളെ വീടുകളിൽ കഴിഞ്ഞുകൂടുന്നത് ചെറുമക്കളെ വളർത്തുക എന്ന ജോലിയാണ്. അവർ സ്വതന്ത്ര ആവുന്നില്ല എന്ന് ഞാൻ കൂട്ടിച്ചേർക്കുന്നു. ഇനി ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോജനങ്ങളാണ്. ചിലപ്പം വിവാഹം കഴിയാത്തവരായിരിക്കാം, ചിലപ്പം മരിച്ചു പോയായിരിക്കാം, പോകാമല്ലോ. മക്കളൊക്കെ വിദേശത്തേക്ക് അല്ലെങ്കിൽ മക്കളെ ഉപേക്ഷിച്ചിരിക്കാം, അങ്ങനെ സംഭവിക്കുമല്ലോ. അങ്ങനെ താമസിക്കുന്ന വയോജനങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കും? നേരത്തെ പറഞ്ഞ വരുമാനം ഇല്ലാത്ത വയോജനം എങ്ങനെയായിരിക്കും ജീവിക്കുന്നത്? അവർക്ക് ക്ഷേമ പെൻഷൻ മാത്രമേ നിലവിലുള്ളൂ, മാസം 180, അതും യഥാസമയം കിട്ടാറില്ല. ഒരു ഡയബറ്റിക് പേഷ്യൻറ്റ് സംബന്ധിച്ചുള്ള മാസത്തെ മരുന്ന് വേണം. നമ്മൾ സ്റ്റേറ്റ് ഇതൊന്നും കാണുന്നില്ല, സ്റ്റേറ്റ് ഇതിൽ നിന്നും വലിയ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നില്ല. ഇതിനു വേണ്ടി 2007 ഈ പ്രത്യേകിച്ച് പല ആക്ടിവിസ്റ്റുകളുടെ പ്രവർത്തന ഫലമായി ഗവൺമെൻറ് പല തീരുമാനങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെ കേരളത്തിലാണ് ഒരു വിധമെങ്കിലും ഈ വയോജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഒരു നിയമം കൊണ്ടുവന്നത്. അതായത് വയോജനങ്ങളുടെ സംരക്ഷണം സംബന്ധിച്ച നിയമം 2007. കേരളത്തിലെ ജനസംഖ്യയിൽ, നമ്മൾ കേരളത്തിലേക്ക് വരികയാണ്, കേരള ജനസംഖ്യയിൽ 16% വയോജനം. നിസ്സാരമല്ല, വളരെ ജനസംഖ്യ ആണ്. അതായത് 50 ലക്ഷത്തിന് മുകളിൽ വയോജനങ്ങൾ കേരളത്തിലുണ്ടെന്നാണ് കണക്ക്. 16% ഉണ്ട്. അതായത് പ്രതിവർഷം നമ്മുടെ ഈ ആയുർദൈർഘ്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ആയുർദൈർഘ്യം കൂടിക്കൊണ്ടിരിക്കുന്നു, ശിശുക്കളുടെ ഉൽപ്പാദനം കുറവാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 2.3% വർധനവ് കേരളത്തിലെ വയോജനങ്ങളുടെ രീതിയിൽ ഉണ്ടാവുന്നുണ്ട്. കേരളത്തിന് ഈ വയോജനങ്ങളുടെ 2007 നിയമം അനുസരിച്ച് ഒരു ഹെൽപ്പ് ലൈൻ നമ്പറുണ്ട്, 14567. വയോജനങ്ങളുടെ പ്രശ്നം വന്നാൽ കേരളത്തെ വിളിച്ച് പറയാമെന്നാണ്
പക്ഷേ ആരും വിളിച്ചിട്ടുമില്ല, ഇതുവരെ അതിലൊരു ഫലവും കണ്ടിട്ടില്ലെന്നാണ് ഔദ്യോഗികപരമായ പല കണക്കുകളും വന്നത്. അവിടെ ഈ വയോജന നിയമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മാതാപിതാക്കൾ സംരക്ഷണ ഉത്തരവാദിത്വം കുട്ടികൾക്കാണെന്ന്. അങ്ങനെ സംരക്ഷിച്ചില്ലെങ്കിൽ അവർക്കെതിരെ പിഴ ചുമത്തും, അവരെ തടവിന് വരെ ഒഴിക്കാൻ വേണ്ടി നിയമം അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ അശാസ്ത്രീയമാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ചില മക്കൾക്ക് ചിലപ്പം അതിനുള്ള സമയം കിട്ടിയിരുന്നില്ല, അതിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ആയിരിക്കാം, പക്ഷേ ചിലപ്പോൾ ചിലർക്ക് സാധിക്കില്ല എന്നൊരു യാഥാർത്ഥ്യം. പണം ഉണ്ടെങ്കിൽ പോലും നമുക്കറിയാം, ശ്രീകാര്യത്ത് ആ ഭാഗത്ത് താമസിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജിലെ പഴയ പ്രൊഫസർമാരുടെ മക്കളെല്ലാം വിദേശത്താണ്. അവർക്ക് ജോലിക്ക് ആളെ വെച്ചാണ് ചെയ്യുന്നത്. യഥാസമയത്ത് എല്ലാം കിട്ടണമെന്നില്ല, അവർക്ക് ഇഷ്ടപ്പെട്ട സിനിമ കാണാൻ കഴിയുന്നില്ല. കഴിച്ചാൽ ഈ ഇവർ പറഞ്ഞ ജോലിക്ക് വെച്ചിരിക്കുന്ന ആളനുസരിച്ച് ജീവിക്കൊണ്ടിരിക്കും. ഇഷ്ടപ്പെട്ട സിനിമ കാണാൻ പറ്റില്ല, അവരെ പഴയ കാമുകമാരെ വിളിക്കാൻ പറ്റില്ല, കാമുകമാരോട് ബന്ധപ്പെടാൻ പറ്റില്ല. ഇവൻ ഒരു മദ്യം കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് സാധിക്കില്ല. സ്വാതന്ത്ര്യത്തിൻ്റെ നിഷേധങ്ങൾ ഒക്കെ അവിടെ വരുന്നു. അപ്പം ഇങ്ങനെ ഈ വലിയ പണമുണ്ടെങ്കിൽ പോലും സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വയോജനങ്ങൾ കൊണ്ടെത്തിക്കുന്നുണ്ട്. അപ്പം ഈ നിയമത്തിൽ പറയുന്ന പ്രധാനപ്പെട്ടതിനും മക്കൾ സംരക്ഷിക്കണമെന്നാണ്. അതോടൊപ്പം കേരളത്തിൽ കുറച്ച് പദ്ധതികൾ വയോജനങ്ങൾക്ക് വേണ്ടി രൂപീകരിച്ചിട്ടുണ്ട്. ഈ അതായത് വയോരക്ഷാ പദ്ധതി എന്ന പദ്ധതിയുണ്ട്. അത് ബുദ്ധിമുട്ട് അനുഭവിക്കപ്പെടുന്ന സമൂഹത്തിലെ മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര സഹായം ലഭിക്കുന്നതിന് വേണ്ടി ഒരു പദ്ധതിയാണ് വയോരക്ഷാ പദ്ധതി. ഈ 14527 വിളിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഈ പദ്ധതിയോട് പറയുന്നത്. രണ്ടാമത് സെക്കൻഡ് ഇന്നിംഗ് ഹോം പ്രോജക്റ്റ്. അതായത് അതിൽ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് 16 സർക്കാർ വൃദ്ധസദനങ്ങളുണ്ട്. 16 വൃദ്ധസദനം, സ്വകാര്യ വൃദ്ധസദനങ്ങളുണ്ട്. ഇതിൽ ഈ പദ്ധതിയിൽ പറയുന്ന പേരെന്ന് വെച്ചാൽ ഈ വൃദ്ധസദനങ്ങളെല്ലാം ആധുനികവൽക്കരിക്കപ്പെടും. നമ്മൾ യൂറോപ്പിലും ഒക്കെ ഉള്ള വൃദ്ധസദനങ്ങൾ വളരെ ആധുനികവൽക്കരണ രീതിയിലാണ്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നതും തന്നെ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ്. അതായത് വയോജനങ്ങളുടെ സന്തോഷപരമായ ജീവിതം നമ്മുടെ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അതായത് ഇതുവരെ അവർ ചെയ്ത സേവനങ്ങളും അവർ ചെയ്ത തൊഴിലും ഇത്രയും നികുതി കൊടുത്തിട്ട് അതിൻ്റെ ഫലം ലഭിക്കേണ്ടത് സ്റ്റേറ്റിൽ നിന്നാണ്, രാജ്യത്തു നിന്നാണ്. അവർ ഉത്തരവാദിത്തമാണ്. അതാണ് വൃദ്ധസദനങ്ങൾ, ഈ വയോജന കേന്ദ്രങ്ങൾ. ഈ വയോജന കേന്ദ്രങ്ങൾ ആധുനികവൽക്കരിക്കപ്പെടണം. അതെങ്ങനെ ആധുനികവൽക്കരിക്കപ്പെടുന്നുള്ള അഭിപ്രായമാണ് പലയിടത്തും രൂപപ്പെട്ട് വന്നത്. അതായത് പല പല ചർച്ചകളൊന്നുണ്ട്. അത് സർക്കാർ തലത്തിലാവാം, സർക്കാർ മോണിറ്റർ ചെയ്യുന്ന സന്നദ്ധ സംഘടനകൾ ചെയ്യുന്ന സദനങ്ങളുമാവാം. അതാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഞാൻ പിന്നെ പറയാം. അടുത്ത പദ്ധതി വയോമധുരം പദ്ധതി. അതായത് വയോമധുരം പദ്ധതി എന്ന് വെച്ചാൽ ഈ കൂടുതൽ ആൾക്കാർക്കും കേരളീയ സമൂഹത്തിൽ കൂടുതൽ ആൾക്കാർ ഡയബറ്റിക്കാണ്. അവർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ കൊടുക്കാനുള്ള പദ്ധതിയാണ്. ഇതുള്ളതാണ്. ഇത് ആരും ഉപയോഗപ്പെടുത്തുന്നില്ല എന്നൊരു ആൾക്കാർ അറിയില്ല, ഉപയോഗപ്പെടുത്തുന്നില്ല. അതുണ്ട്. ബയോമീറ്റർ സൗജന്യമായി വിതരണം ചെയ്യുവാൻ സാമൂഹ്യനീതി വകുപ്പിൽ നിന്ന് ലഭിക്കുന്നൊരു പദ്ധതിയാണ് വയോമധുരം പദ്ധതി എന്നുള്ളത്. അടുത്ത വയോമിത്രം പദ്ധതി. വയോമിത്രം പദ്ധതി എന്ന് വെച്ചാൽ ഈ വയോജനങ്ങളുടെ ഈ ബന്ധപ്പെട്ട് സുഖചികിത്സയ്ക്ക് വേണ്ടി ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് വയോമിത്രം പദ്ധതി വന്നത്. പിന്നെ അമൃതം പദ്ധതി. മുതിർന്ന വയോ അമൃതം പദ്ധതിയാണ് ഈ ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടി സാധനം. ഈ വയോമിത്രം പദ്ധതി എന്ന് വെച്ചാൽ ഈ മുതിർന്ന പൗരന്മാർക്ക്, പ്രായമേറിയ പൗരന്മാർക്ക് ഈ ആരോഗ്യരംഗത്ത് കിട്ടുന്ന സൗജന്യ ചികിത്സകൾ, പ്രത്യേകിച്ച് ഡയബറ്റിക് പേഷ്യൻറ്റിന് മരുന്ന് കൊടുക്കുക, BP ഉള്ള ആൾക്കാർക്ക് സൗജന്യം അത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് വഴിയും പ്രൈമറി ഹെൽത്ത് സെൻറ്റർ വഴിയും ഈ BP ഉള്ള വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. അത് ആരോഗ്യരംഗം വഴി കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. പിന്നെ മന്ദഹാസം പദ്ധതി എന്ന് പറഞ്ഞ പദ്ധതി വയോജനങ്ങളുടെ ആ ബില്ലിൽ വരണം. മന്ദഹാസം പദ്ധതി എന്ന് വെച്ചാൽ പല്ല് കൊഴിഞ്ഞു പോകുന്ന വയോജനങ്ങൾക്ക് വേണ്ടി ഒരു 10,000 രൂപ സാമൂഹ്യ നീതി വകുപ്പിൽ നിന്ന് കിട്ടുന്നൊരു പദ്ധതിയാണ്. അത് ആരും അങ്ങേറ്റം എനിക്ക് എൻ്റെ അറിവിലില്ല. അത് പല്ല് നേരത്തെ പൊഴിഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ നഷ്ടപ്പെടുന്നവർക്ക് 10,000 രൂപ സാമൂഹ്യ നീതി വകുപ്പിൽ നിന്ന് കിട്ടുന്ന ഒരു പദ്ധതിയാണ്. പല്ല് വയ്ക്കാൻ ഉൾപ്പെടെയാണ് ഇത് നടക്കുന്നത്. അത് BP-ലുകാർക്കാണ്, AP-ലുകാർക്കില്ല. അപ്പോൾ ഇങ്ങനെ സർക്കാർ ചില ഇടപെടൽ നടക്കുന്നുണ്ട്, പക്ഷേ സജീവമല്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് ആൾക്കാർ, പ്രത്യേകിച്ച് കുറച്ച് ആൾക്കാർ ആവശ്യപ്പെട്ടത് നമുക്ക് നിലവിൽ ഈ സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിൽ തന്നെ ഈ വനിതാ കമ്മീഷൻ ഉള്ളതുപോലെ അല്ലെങ്കിൽ മറ്റ് ഉള്ളതുപോലെ വയോജനങ്ങൾക്ക് ഒരു കമ്മീഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്.
വയോജനങ്ങൾക്ക് വേണ്ടി ഒരു വകുപ്പ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ശിശു സംരക്ഷണം പോലെ തന്നെയാണ് വയോജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഒരു മന്ത്രാലയം വേണമെന്ന് ആവശ്യപ്പെടണം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ വയോജനങ്ങളുടെ ഒരു നയം നിയമസഭയിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെടുകയാണ്. ഇനി എങ്ങനെയാണ് നമ്മൾ സമൂഹത്തിൽ വയോജനങ്ങളുടെ നമ്മൾ കാണേണ്ടത്? നമ്മുടെ ചുറ്റുപാട് നമ്മൾ നോക്കുക. നമുക്ക് ശിശു സംരക്ഷണത്തിന് വേണ്ടി അനേകം പദ്ധതികൾ നേരത്തെ ഉള്ളതുപോലെ നമ്മുടെ ചുറ്റുപാട് ഓരോ വാർഡിലും അംഗൻവാടികളുണ്ട്. മനുഷ്യനെങ്ങനെ സന്തോഷം ഉണ്ടാകുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾക്ക് സന്തോഷം ഉണ്ടാകുന്നത് കുട്ടികളുമായി ബന്ധപ്പെടുമ്പോഴാണ്. കുട്ടികളുമായി കളിക്കാറുള്ളൂ. ഇപ്പോൾ യുവജനങ്ങളുമായി ഒത്തുചേരുമ്പോഴാണ് അവർക്ക് കൂടുതൽ സാധ്യത ഉണ്ടാകുന്നത്. അതേ രീതിയാണ് ഇപ്പം നേരത്തെ സ്ത്രീകളാണെങ്കിൽ സ്ത്രീകൾ ഒരുമിച്ച് കൂടുമ്പോൾ, ഞാൻ അടുത്ത കാലത്ത് ഈ മിക്സഡ് സ്കൂളുകൾ മാറണം എന്ന് വാദിച്ച വ്യക്തിയാണ്. അങ്ങനെ എൻ്റെ ഒരു സഹപ്രവർത്തകരെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരിക്കലുമല്ല, അവർക്ക് സന്തോഷം കിട്ടുന്നത് വിമൽ സ്കൂളിൽ പഠിക്കുമ്പോഴാണ്. പക്ഷേ ഭയങ്കര സ്വാതന്ത്ര്യമാണ്, എന്ത് വിളിച്ച് പറയാം വേണമെങ്കിൽ. ഇതാണ് ഇപ്പം ആൺകുട്ടികൾ ഒരുമിച്ച് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉത്സാഹം ഉണ്ടല്ലോ, പരസ്പരം ചീത്ത വിളി, അതൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ആ സാധനം പോലെ ഈ പെൺകുട്ടികൾക്ക് അവിടെ സ്വാതന്ത്ര്യം. അതായത് പെൺകുട്ടികൾ ഒരുമിച്ച് കൂടുമ്പം ഒരു ഹാപ്പിനെസ് ഉണ്ട്, അതൊരു രീതിയാണ്. അതേ രീതിയാണ് വയോജനങ്ങൾക്കും. വയോജനങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ട്. ഇതിനുള്ള ഇടം കണ്ടെത്തണം. ഈ അംഗൻവാടി സിസ്റ്റം പോലെ തന്നെയാണ് എല്ലാ വാർഡുകളിലും ഈ പകൽ വീട് എന്ന സിസ്റ്റം ഉണ്ട്, പലയിടത്തും ഉണ്ട്. എല്ലാ വാർഡുകളിലും ഈ വയോജനങ്ങൾക്ക് വേണ്ടി ഒരു സെൻറ്റർ ഉണ്ടാവണം. അതായത് അവർക്ക് രാവിലെ വന്ന് അവരുടെ പോഷകാഹാരത്തിനുള്ള കാര്യങ്ങൾ സ്റ്റേറ്റ് വഹിച്ചുകൊണ്ട് വൈകുന്നേരം വീട്ടിൽ പോകുന്ന അവസ്ഥയിൽ ഒരു സെൻറ്റർ ഉണ്ടാവണം. അത് ആരോഗ്യപരമായ രീതിയിൽ ഇടപെടണം, ഒത്തുകൂടാൻ. അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തുകൊണ്ട് നമ്മൾ ഈ പള്ളികളിലും അമ്പലങ്ങളിലൊക്കെ ആൾക്കാർ കൂടുന്നു എന്നാണ്. അതൊരു ഇടമാണ്, പൊതു ഇടമാണ്. അവിടെ പോയി ഇരിക്കാനും സംസാരിക്കാനും പ്രണയിക്കാനും ഒക്കെ ഒരു പൊതു ഇടമാണ് ഈ ഇടം. അതുപോലെ തന്നെ നമ്മളെ ഈ പൊതു ഇടങ്ങൾ, ഇപ്പം മാനാഞ്ചിറ പാർക്ക് പോലെ അല്ലെങ്കിൽ കനകക്കുന്ന് മേലെ പോലെ പൊതു ഇടങ്ങൾ ഉണ്ടാവണം. അവിടെ വയോജനങ്ങൾക്ക് പ്രത്യേക ഇരിപ്പിടങ്ങൾ ഉണ്ടാവണം. അതായത് അവരുടെ ഇരിപ്പിടങ്ങൾ ഉണ്ടാവണം. ആ രീതിയിൽ പൊതു ഇടങ്ങൾ സജ്ജീകരിക്കണം. അതും സ്റ്റേറ്റിൻ്റെ രീതിയിൽ ക്രമീകരിക്കേണ്ടതാണ്. അത് ഒരുമിച്ച് കൂടുമ്പോൾ മാത്രമേ സന്തോഷങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ആ രീതിയിൽ പൊതു സ്ഥലങ്ങൾ സജ്ജീകരിച്ച് വരണം, എന്നാലേ അതിനുള്ള സുഖം കിട്ടുള്ളൂ. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വൃദ്ധസദനങ്ങളുടെ കാര്യം തന്നെ, വയോജനങ്ങളുടെ സദനങ്ങൾ വളരെ പ്രധാനപ്പെട്ടാണ്. മക്കൾ നോക്കണം എന്ന സ്റ്റേറ്റിൻ്റെ രീതി അത് സ്റ്റേറ്റ് കൈയൊഴികലാണ്. സ്റ്റേറ്റാണ് അതിൻ്റെ ഉത്തരവാദിത്വം. അത് വയോജനങ്ങളുടെ സദനങ്ങൾ പ്രത്യേകിച്ച് സർക്കാർ തലത്തിലായാലും ശരി തന്നെ, സന്നദ്ധ സംഘടനകൾ ആയാലും ശരി തന്നെ. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോജനങ്ങൾ നമ്മൾ സമൂഹത്തിലുണ്ട്. അവരുടെ ആരോഗ്യസ്ഥിതി ഇപ്പം ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് താമസിക്കുന്ന എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം JNU എന്നൊക്കെ കഴിഞ്ഞ് PhD കഴിഞ്ഞ് വന്ന് ഇന്നിപ്പോൾ 10, 60, 70 വയസ്സായി. അയാൾ തിരുവനന്തപുരത്ത് ഒറ്റയ്ക്ക് താമസിക്കുന്ന കക്ഷിയാണ്. അയാൾ ചെറിയൊരു കാർ പേഷ്യൻ്റാണ്, ഒറ്റയ്ക്ക് താമസിക്കുന്നത്. അപ്പം പെട്ടെന്നൊരു കാർഡിയാക്ക് പ്രശ്നം വന്നാൽ എന്ത് സംഭവിക്കും? യഥാസമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ പുള്ളി മരിച്ചു പോകും. അതൊരു പുള്ളി മരിച്ചു പോകും. ഇപ്പോൾ പുള്ളി മരിക്കാതിരിക്കുകയും നമ്മൾ സമൂഹത്തിൽ ഇടപെടുകയും ചെയ്യുന്ന ആവശ്യമല്ലേ. ഇപ്പോൾ ഇതൊരു ഘടകമാണ്. അങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോജനങ്ങളെ കണ്ടെത്തി ഈ വയോജന സദനങ്ങളിലേക്ക് എത്തിക്കേണ്ട ആവശ്യമാണ്. ഈ വയോജന സദനങ്ങൾ സർക്കാർ തലത്തിൽ അല്ലാതെ പ്രവർത്തിക്കുന്നത് ഭൂരിഭാഗവും മതമേഖലയിലാണെന്ന് അറിയേണ്ടിയിരിക്കുന്നു. അപ്പോഴാണ് ചില മേഖല ചർച്ച ചെയ്യുന്നപ്പോൾ നമുക്ക് സെക്യുലറായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു സദനം ഇതുപോലെ ഈ വയോജന സദനങ്ങൾ ഉണ്ടായിക്കൂടെ എന്ന ചർച്ചകൾ രൂപപ്പെട്ടത്. നമ്മൾ ആലോചിക്കണം സെക്യുലറിറ്റി. അപ്പം നമ്മൾ ഒരു പ്രധാനപ്പെട്ട ഒരു സിനിമാ നടനാണ്, പേര് മാധവൻ അല്ലേ, മാധവനാണെന്ന് തോന്നുന്നു. ടി.പി. മാധവൻ. ഈ സെക്യുലർ എത്തിസ്റ്റാണ് പുള്ളി. ഇപ്പോൾ ഗാന്ധി ഭവനിലാണ് പുള്ളി താമസിക്കുന്നത്. ഗാന്ധി ഭവനിൽ സെക്യുലർ അല്ല, അവിടെ പ്രാർത്ഥന പരിപാടികൾ. പുള്ളിക്ക് താല്പര്യമില്ല. പക്ഷേ പുള്ളി അവിടുത്തെ ഒരു സ്ഥാപനത്തിൽ നമ്മൾ ഒരു അമ്പലത്തിൽ പോകുമ്പോൾ ഷർട്ട് ഊരി കയറണമെന്ന് വെച്ചാൽ അവിടുത്തെ നിയമം കയറി അങ്ങനെയൊക്കെ അമ്പലം കാണണമെങ്കിൽ കയറണം. അപ്പോൾ അവിടുത്തെ നിയമം അനുസരിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പം പല സ്ഥാപനങ്ങളും മതവൽക്കരണപരമായ സ്ഥാപനങ്ങളാണ്. അപ്പം ഈ ഒരു സ്ഥാനം അപ്പം നമ്മൾ അടുത്ത കാലത്ത് നമ്മുടെയൊക്കെ ഗുരുനാഥനായ സെയ്ദ് മുഹമ്മദ് അനക്കയം മരണപ്പെട്ടപ്പോൾ അദ്ദേഹം വളരെ സെക്യുലർ മാത്രമല്ല, അയാൾ ഒരു സ്ട്രോങ് എത്തിസ്റ്റ് ആൻഡ് റാഷണലിസ്റ്റാണ്. അദ്ദേഹം വളരെ നിർബന്ധമായി അദ്ദേഹത്തിൻ്റെ ബോഡി
മെഡിക്കൽ കോളേജിന് ദാനം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. വളരെ അറിയാവുന്ന ഒരു മെഡിക്കൽ ഡോക്ടറായപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ അതിന് കൂട്ടുനിന്നില്ല. സംഭവം സാധിച്ചില്ല. ദുഃഖപരമാണ്. പല കാരണങ്ങളായിരിക്കാം. നമുക്കിങ്ങനൊരു അവസ്ഥ വന്നാൽ അപ്പം നമ്മളുടെ മക്കൾ പറയും പോലെ ചിലപ്പം റാഷണലിസ്റ്റ് ആവണമെന്നില്ല. അത് വ്യക്തി സ്വാതന്ത്ര്യമാണല്ലോ. ഏത് കാലഘട്ടത്തിലും മാറാമല്ലോ. അങ്ങനെ മാറിപ്പോയ അവസ്ഥയുണ്ട്. അപ്പം അതുപോലെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ മക്കളും രക്ഷകർത്തും നമ്മൾ സഹകരിക്കണമെന്നില്ല. എക്കാലത്തും സഹകരിക്കണമെന്നില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത്രയും നമുക്ക് പണമുള്ള ആളായക്കൂടെ ഉണ്ടാകട്ടെ, ഇത്തരം ആൾക്കാർ എന്ത് ചെയ്യും? അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഒരു സെക്യുലർ ഭവനമുണ്ട്. സെക്യുലർ ഭവനത്തിൽ നമ്മൾ ഇങ്ങനെ കാര്യങ്ങൾ നടത്തുകയാണ്. അപ്പം അതിലൊരു കെയർ സെൻ്ററാണ്. അതായത് കെയർ സെൻ്ററായിട്ട് തന്നെ പ്രവർത്തിക്കുന്ന രീതിയിൽ വരികയാണെങ്കിൽ നമുക്ക് ഇത്തരം ആൾക്കാരെ നമുക്ക് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ മാതാമൃതാമ്മയുടെ ഭക്തയാണെങ്കിൽ നമുക്ക് അവിടുത്തെ ആശ്രമത്തിൽ കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ ഒരു മുസ്ലിം ആണെങ്കിൽ അവർക്ക് ആശ്രമങ്ങളുണ്ട്, പല കെയർ സെൻ്ററുകളുണ്ട്. ഇപ്പോൾ സെക്യുലറായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അങ്ങനത്തെ ആവശ്യം വേണ്ടേ? അപ്പോൾ ഇത്തരം ചർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ ഉരുത്തിരിഞ്ഞ് വരണം. ഇതാണ് ഇതിൽ എനിക്ക് മുന്നോട്ട് വയ്ക്കൽ ചർച്ചയാണ്. അതായത് നമുക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും, ഇത് വേണം. ആദ്യം ഇതിന് ഒരു സെക്യുലർ ഭവനം അല്ലെങ്കിൽ സെക്യുലർ ഈ ഗ്രൂപ്പ് അല്ലെങ്കിൽ സെക്യുലറായിട്ടുള്ള ഇങ്ങനെയുള്ള ആൾക്കാർ സംരക്ഷിക്കുന്നതിന് വേണ്ടി അങ്ങനെ ഒരു സാധനം വേണം. ആദ്യ ചർച്ച. 2, അത് എങ്ങനെ വേണം, അത് എങ്ങനെ ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെ കുറിച്ചുള്ള ചർച്ചയാണ്. അതിന് ബന്ധപ്പെട്ട് നമ്മളെ ഗ്രൂപ്പിൽ ഒരു ഞങ്ങൾ ചെറിയൊരു ഗ്രൂപ്പിനകത്ത് ഒരു ചർച്ച വന്നപ്പോൾ ഞങ്ങളൊരു മെമ്മോറാണ്ടം പോലെ അതല്ലെങ്കിൽ ഒരു മാർഗ്ഗനിർദ്ദേശം പോലെ ഒരു സാധനം നമ്മൾ എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. അത് എനിക്ക് ഇത് വായിക്കാനുള്ള ചില ബുദ്ധിമുട്ടുണ്ട്. അക്ഷരങ്ങൾ ഇത് സ്ലിപ്പായി പോകും. അതുകൊണ്ട് ഞാൻ ഈ സംഭാഷണം ഇവിടെ നിർത്തിയാണ്. ഇത് വായിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തയ്യാറാക്കിയ കണ്ണൻ ശ്രീറാമിനെ ഞാൻ ക്ഷണിച്ചു കൊള്ളുകയാണ്. അപ്പോൾ എൻ്റെ ഈ ചെറിയൊരു സാധനം ഞാൻ ചർച്ചയ്ക്ക് വേണ്ടി വച്ചുകൊണ്ട് ഇത് വായിക്കുന്നതിന് വേണ്ടി കണ്ണൻ ശ്രീറാമിനെ ക്ഷണിക്കുന്നു. എൻ്റെ പേര് കണ്ണൻ ശ്രീറാം. നാസ്റ്റിക് നേഷൻ എന്നുള്ള സംഘടനയുടെ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ പങ്കെടുക്കുന്നത്. സജഷൻസിന് വേണ്ടി മാത്രമുള്ള ഒരു കരട് രേഖയാണ്. കേരളത്തിൽ സെക്യുലർ ഭവനുകൾ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് പ്രാഥമിക ചർച്ചകൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ. ആമുഖം. നിരീശ്വരവാദികൾക്കും മതേതര വ്യക്തികൾക്കുമായി റിട്ടയർമെൻറ്റ് ഹോമുകൾ അല്ലെങ്കിൽ കെയർ ഹോമുകൾ സ്ഥാപിക്കേണ്ടതിൻ്റെ ആവശ്യകത കേരളത്തിലെ ഒരു കൂട്ടം മതേതരവാദികൾ തിരിച്ചറിയുന്നു. നിലവിൽ മതേതര കാഴ്ചപ്പാടുള്ള വ്യക്തികൾ മതപരമോ വിശ്വാസപരമോ ആയ സ്ഥാപനങ്ങൾ നടത്തുന്ന റിട്ടയർമെൻറ്റ് ഹോമുകളിൽ ചേരാൻ നിർബന്ധിതരാകുന്നു. അവർക്ക് അനുയോജ്യമായ മറ്റു സ്ഥലങ്ങളില്ലാത്തതാണ് ഇതിനു കാരണം. ഈ വിടവ് പരിഹരിക്കുന്നതിനും സൗകര്യപ്രദവും അവരെ ഉൾക്കൊള്ളുന്നതുമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നതിനും നിരീശ്വരവാദികളും മതേതരവാദികളുമായ വ്യക്തികൾ മതേതര ഭവനങ്ങൾ സ്ഥാപിക്കാൻ മുന്നോട്ട് വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ലക്ഷ്യം. മതേതര ഭവനങ്ങൾ സ്ഥാപിക്കുന്നതിൻ്റെ പ്രാഥമിക ലക്ഷ്യം നിരീശ്വരവാദികൾക്കും മതേതര വ്യക്തികൾക്കും അവരുടെ റിട്ടയർമെൻറ്റിന് ശേഷമുള്ള ജീവിതത്തിൽ അനുയോജ്യമായ അന്തരീക്ഷവും പിന്തുണയും സാംസ്കാരിക പരിസ്ഥിതിയും നൽകുക എന്നതാണ്. താമസക്കാർക്ക് മതപരമായ നിയന്ത്രണങ്ങളില്ലാതെ സ്വതന്ത്രമായി ജീവിക്കാനും സമാന ചിന്താഗതിക്കാരായ വ്യക്തികൾക്കൊപ്പം അവരുടെ സ്വന്തം സമൂഹം ആസ്വദിക്കുവാനും കഴിയുന്ന വീടുകളായി ഈ ഭവനങ്ങൾ പ്രവർത്തിക്കുന്നു. സെക്യുലർ ഭവനങ്ങൾക്ക് വിഭാവനം ചെയ്യപ്പെടുന്ന സ്ഥലങ്ങൾ. തിരഞ്ഞെടുത്ത നഗരത്തിൻ്റെ 20 കിലോമീറ്റർ ചുറ്റളവിൽ സെക്യുലർ ഭവനുകൾ സ്ഥാപിക്കും. ഇത് സംസ്ഥാനത്തുടനീളമുള്ള വ്യക്തികൾക്ക് ജീവിത നിലവാരവും സൗകര്യങ്ങളും പരമാവധി ഉറപ്പാക്കാനാണ്. തെക്ക് തിരുവനന്തപുരം, മധ്യ കേരളത്തിൽ കൊച്ചി, വടക്കൻ കേരളത്തിൽ കോഴിക്കോട് എന്നിവ ഭവനങ്ങൾക്കായി തിരഞ്ഞെടുക്കാം. നഗരകേന്ദ്രങ്ങളുമായുള്ള ഈ സാമീപ്യം താമസക്കാർക്ക് ആധുനിക സൗകര്യങ്ങളിലേക്കും വിനോദ സ്ഥലങ്ങളിലേക്കും വൈദ്യ പരിചരണത്തിലും എളുപ്പത്തിൽ പ്രവേശനം ഉറപ്പാക്കുന്നു. ഭരണ മാതൃക. പ്രമുഖരുടെ ഒരു പാനൽ നിയന്ത്രിക്കുന്ന ഒരു പ്രത്യേക സ്ഥാപനമായി സെക്യുലർ ഭവൻ ട്രസ്റ്റ് എന്ന പേരിൽ ഒരു ട്രസ്റ്റ് സ്ഥാപിക്കും. കേരളത്തിലെ പ്രമുഖരായ മതേതരവാദികളും യുക്തിവാദികളും ഉൾപ്പെട്ട ഒരു സമിതി പ്രവർത്തനങ്ങളും പുരോഗതിയും ഫലപ്രാപ്തിയും മേൽനോട്ടം വഹിക്കും. സെക്യുലർ ഭവനങ്ങൾ മതേതര തത്വങ്ങൾ പാലിക്കുന്നതും താമസക്കാരുടെ ക്ഷേമവും ജീവിത നിലവാരവും ഉറപ്പാക്കുന്നതും ആയിരിക്കണം. സൗകര്യങ്ങളും സേവനങ്ങളും. പ്രായമായ നിരീശ്വരവാദികൾ
മതേതര വ്യക്തികൾ ഉൾപ്പെടെയുള്ളവരുടെ ആവശ്യങ്ങൾക്കനുസൃതമായി നിരവധി സൗകര്യങ്ങളും സേവനങ്ങളും മതേതര ഭവനങ്ങൾ നൽകും. താമസം. സ്വാതന്ത്ര്യത്തിനും സ്വകാര്യതയ്ക്കും വേണ്ടി രൂപകൽപ്പന ചെയ്ത സുഖപ്രദമായ താമസ സ്ഥലങ്ങൾ. ആരോഗ്യ സംരക്ഷണം. പതിവ് പരിശോധനകളും അടിയന്തരാവസ്ഥയും ഉൾപ്പെടെയുള്ള വൈദ്യപരിചരണവും പിന്തുണ സേവനങ്ങളും നൽകുന്നു. വിനോദ പ്രവർത്തനങ്ങൾ. സാമൂഹിക ഇടപെടൽ, സാംസ്കാരിക പരിപാടികൾ, വിനോദം, സാമൂഹ്യ ബോധം വളർത്തുക എന്നിവയ്ക്കുള്ള അവസരങ്ങൾ നൽകുന്നു. കൗൺസിലിങ്ങും പിന്തുണയും. മതപ്രധാന ഒരു സമൂഹത്തിൽ നിരീശ്വരവാദികളും മതേതര വ്യക്തികളും അതുല്യമായ വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്നു. ഈ തരം വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനും വൈകാരികവും മാനസികവുമായ പിന്തുണാ സേവനങ്ങൾ നൽകുന്നു. ഭക്ഷണക്രമം. വ്യക്തിഗത മുൻഗണനകളും ഭക്ഷണ രീതികളും നിറവേറ്റുന്ന വൈവിധ്യമാർന്ന ഭക്ഷണ രീതികൾ നൽകുന്നു. മതപരമായ പരിഗണനകൾ അഥവാ നിയന്ത്രണങ്ങൾ ഇല്ലാതെ. വിദ്യാഭ്യാസ പരിപാടികൾ. വർക്ക്ഷോപ്പുകൾ, സെമിനാറുകൾ, വിമർശനാത്മക ചിന്തകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വിദ്യാഭ്യാസം, പരിശീലന പരിപാടികൾ, തത്വശാസ്ത്രം, മറ്റ് പ്രസക്തമായ വിഷയങ്ങൾ, സെമിനാറുകൾ തുടങ്ങിയവ സംഘടിപ്പിക്കും. ലക്ഷ്യത്തിനായുള്ള ധനസഹായം. വ്യക്തികളിൽ നിന്നുള്ള സംഭാവനകൾ ഉൾപ്പെടെയുള്ള ധനസഹായ സ്രോതസ്സുകളെയാണ് മതേതര ഭവനങ്ങൾ ആശ്രയിക്കുന്നത്. മതേതര മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ദൗത്യത്തെ പിന്തുണയ്ക്കുന്ന സംഘടനകൾ നൽകുന്ന സംഭാവനകൾ, സർക്കാരിൽ നിന്നും അല്ലാത്തവയിൽ നിന്നുമുള്ള ഗ്രാൻറ്റുകൾ, സർക്കാർ ഏജൻസികൾ നൽകുന്ന സംഭാവനകൾ, റെസിഡൻറ്റ് ഫീസിൽ നിന്നുള്ള വരുമാനം തുടങ്ങിയവ. കൂടാതെ ട്രസ്റ്റ് സമാഹരിക്കുന്ന സാമ്പത്തിക പിന്തുണ. പുറമെ സെക്യുലർ ഭവൻ്റെ വിജയകരമായ സ്ഥാപനവും പ്രവർത്തനവും ഉറപ്പാക്കുവാൻ അംഗങ്ങളിൽ നിന്നും പിന്തുണക്കാരിൽ നിന്നും വരുന്ന സംഭാവനകൾ. ഉപസംഹാരം. മതേതര ഭവനങ്ങളുടെ സ്ഥാപനം കേരളത്തിലെ നിരീശ്വരവാദികൾക്കും മതേതരർക്കും അനുകൂലമായ അന്തരീക്ഷം ഉൾക്കൊള്ളുന്ന ഒരു സുപ്രധാന ചുവടുവെപ്പിനെ പ്രതിനിധീകരിക്കുന്നു. അവർക്ക് ഒരു പ്രത്യേക ഇടം നൽകിക്കൊണ്ട് മതപരമായ നിയന്ത്രണങ്ങളില്ലാതെ താമസക്കാർക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുന്നിടത്ത് ഈ ഭവനങ്ങൾ പ്രായമായ നിരീശ്വരവാദികളുടെ അടിയന്തരാവശ്യങ്ങൾ മാത്രമല്ല, കൂടുതൽ സഹിഷ്ണുതയുള്ളതും മതേതരവുമായ ഒരു സമൂഹത്തെ പരിപോഷിപ്പിക്കുന്നതിനും സഹായിക്കുന്നു. ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ മതേതരത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പ്രതിജ്ഞാബദ്ധരായ വ്യക്തികളുടെയും സംഘടനകളുടെയും പിന്തുണയും പങ്കാളിത്തവും ഞങ്ങൾ ക്ഷണിക്കുന്നു. ഇതാണ് കരട് രേഖ. നന്ദി. എൻ്റെ പേര് സുഗുണൻ പ്രിയദർശിനി, കൊടുങ്ങല്ലൂർ. ഞാൻ പറയാൻ പോകുന്നത് ഇപ്പം ഇവിടെ അവതരിപ്പിച്ച അഥവാ നമ്മളിവിടെ കൂടിയിരിക്കുന്ന ലോകം നേരിടുന്ന അല്ലെങ്കിൽ ഇന്ത്യ നേരിടുന്ന അല്ലെങ്കിൽ കേരളം നേരിടുന്ന ആയിരം പ്രശ്നങ്ങളിൽ ഒന്നു മാത്രമാണ്. ഇതിനെല്ലാത്തിനും ഒറ്റ പരിഹാരമേ ഉള്ളൂ. അതാണ് സാധാരണക്കാരായ പാവപ്പെട്ട വൃദ്ധജനങ്ങളുടെ കൈകളിൽ കുറച്ച് പണം എത്തുക. ആ വൃദ്ധജനങ്ങളുടെ കയ്യിൽ പണം എത്തിക്കഴിഞ്ഞാൽ അത് ഏത് വിധം എന്നുള്ളിപ്പോൾ 1600 രൂപ വെച്ച് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് 5000 രൂപ വെച്ച് കൊടുക്കണം. മിനിമം 10000 രൂപയൊക്കെ വേണമെന്നൊക്കെ പല സംഘടനകൾ പറയുന്നുണ്ടെങ്കിലും ഒരു 5000 രൂപ എങ്കിലും വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ ആ കുടുംബം ഉണർന്നു. ഇന്ന് പ്രായമായവരുടെ സ്ഥാനം എവിടെയാണെന്ന് നമുക്കറിയാം. വീട്ടിൽ മിണ്ടാണ്ട് കിടന്നോട്ടെ, ചുമയ്ക്കാണ്ട് കിടന്നോട്ടെ, മിണ്ടിപ്പോരുത്, ഞങ്ങൾക്ക് കിടന്നുറങ്ങണം എന്ന് കള്ളും കുടിച്ച് കയറി വരുന്ന മകൻ അച്ഛനോട് പറയുന്ന വർത്തമാനവും മിണ്ടാണ്ട് കിടന്നോട്ടെ ഭദ്രകാളിത്തള്ളേ, ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം പോലും കൊടുക്കാത്ത ആ ഒരു കുടുംബങ്ങളാണ് പല പാവപ്പെട്ട വീടുകളും. എന്ന് വെച്ചാൽ എല്ലാ വീടുകളും അങ്ങനെയാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട. ഇതിനെല്ലാത്തിനും പരിഹാരം ഒന്നേ ഉള്ളൂ. പണം പാവപ്പെട്ട വയോവൃദ്ധരുടെ കൈകളിൽ തന്നെ എത്തണം. ആ പണത്തിന് വേണ്ടിയും കൊണ്ട് കൊച്ചുകുട്ടികൾ ഒരു 5000 രൂപ അല്ലെങ്കിൽ 10000 രൂപ വീട്ടിൽ കിട്ടുകയാണ് മാസം എന്നുണ്ടെങ്കിൽ എന്തു സംഭവിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിച്ചു കൊടുത്ത പേരക്കിടാവ് അടക്കം 1-ാം തീയതി ആകുമ്പോഴേക്കും അമ്മയിൽ നിന്ന് 1000 മേടിച്ചിട്ട് പോവുക, അച്ഛൻ്റെ നിന്ന് 1000 മേടിക്കുക എന്ന് പറഞ്ഞ് പേരക്കിടാവിനെ പറഞ്ഞയക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. അപ്പോൾ ഭദ്രകാളിത്തള്ള എന്നുള്ളത് അമ്മയെന്നുള്ളൊരു വിളി, അമ്മൂമ്മയെന്നുള്ള വിളി, അച്ഛ എന്നുള്ള വിളി, മരുമോള് വിളിക്കുന്നത് അമ്മയെന്ന് പറയുന്നത് 2 അമ്മയുണ്ടാവും. അപ്പം ആ രീതിയിലേക്ക് വരണം. സമൂഹത്തിൽ പാവപ്പെട്ടവൻ്റെ കയ്യിൽ പണം വന്നു കഴിഞ്ഞാൽ ഈ മതവും പോകും, ജാതിയും പോകും, അമ്പലവും പോകും, പള്ളിയും പോകും. അതാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഉണർന്ന് വരണമെങ്കിൽ പാവപ്പെട്ടവൻ്റെ കയ്യിൽ പണം വരണം. പണം വന്നു കഴിഞ്ഞാൽ ഇവിടെ ജാതി വരില്ല. കാരണം എന്താ വെച്ചാൽ അവന് ഞാൻ ചുരുക്കി പറയാണ്,
സമയം അതെ, സെക്യുലറായിട്ട് ഞാൻ വരുന്നത്. ഇനിയിപ്പോൾ എല്ലാ അടിസ്ഥാനം അതിൽ ഇത് 1001 മാത്രമാണ് സെക്യുലർ. അപ്പം അതും കൂടി പറഞ്ഞില്ലെങ്കിൽ ഇത് പറയണോണ്ട് അർത്ഥമില്ലാണ്ട് വരും. അതുകൊണ്ടാണ് ഞാൻ സെക്യുലറിനെ പറ്റി തന്നെ പറയാം. ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു വീഴുന്നു. ആ കുഞ്ഞ് ജനിച്ചു വീണ് കഴിഞ്ഞാൽ ഉടനെ വോട്ടവകാശം അവന് 18 വയസ്സിലേ ഉള്ളൂ. വോട്ടവകാശം കിട്ടുന്നത് വരെ അവന് ജാതിയും മതവും നിശ്ചയിക്കാൻ അച്ഛനും അമ്മയ്ക്കും അധികാരമില്ല എന്നൊരു നിയമം ഇവിടെ വരണം. അതിനുവേണ്ടി നമ്മൾ വേണ്ടി വന്നാൽ സുപ്രീം കോടതിയിൽ വരെ പോകേണ്ടി വന്നാലും സുപ്രീം കോടതിയിൽ പോയി കേസ് ജയിച്ചു വരിക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. തോറ്റോട്ടെ, ഒരു സമൂഹത്തിൽ ഒരു ചിന്ത ഉണ്ടാവും, ഒരു സ്പാർക്ക് തലയിലുണ്ടാവും എല്ലാവരും. എന്താണ് ഈ കൊച്ചുകുട്ടികളുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു അപ്പോൾ കൊച്ചുകുട്ടികൾ മതം മാറ്റാൻ പാടില്ല. ഒറ്റവാക്കിൽ പറയണ്ട, പല വിധത്തിലാണ് മതം മാറ്റുന്നത്. അതൊന്നും പറയുന്നില്ല. ആ മതം എന്ന് പറയുന്നത് വോട്ടവകാശം കിട്ടുന്ന അന്ന് അവന് മതം നിശ്ചയിക്കാം. അതുവരെ അവൻ സെക്യുലറായിരിക്കണം. അതിനുവേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സുപ്രീം കോടതി കയറാൻ പോകണോ, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും, അല്ലെങ്കിൽ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഭാഗമൊക്കെയായിട്ട് പണച്ചെലവുണ്ടെങ്കിൽ പോലും ഞാനും അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാം എന്ന് പറഞ്ഞ് ചുരുക്കി പറഞ്ഞ് നിർത്തുകയാണ്. ഓക്കെ. പ്രിയമുള്ളവരെ, ആനുകാലിക പ്രസക്തിയുള്ള ഏറ്റവും വിലപിടിപ്പുള്ള ഒരു ചർച്ചയുടെ ഭാഗമാണ് ഇവിടെ നടന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന് രണ്ട് കാര്യം മാത്രം അതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം സൂചിപ്പിക്കുകയാണ്. വയോജനങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കുവാനും, ഒരുമിച്ചെന്ന് പറഞ്ഞാൽ ഒറ്റ കെട്ടിടത്തിലല്ല, പല കെട്ടിട മുറികളാണെങ്കിലും ഒരു കോമ്പൗണ്ടിനുള്ളിൽ പലയിടങ്ങളിലായി അവർക്ക് ഇഷ്ടമുള്ള തരത്തിൽ വളരെ ചെലവ് കുറഞ്ഞ വീട് വെച്ച് അവർക്ക് താമസിക്കാവുന്ന രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് ആദ്യം ഉണ്ടാക്കേണ്ടത് എന്നാണ് എൻ്റെ പക്ഷം. നമ്മളീ പറയുന്നത് പോലെ വലിയ ബിൽഡിങ്ങുകൾ സ്ഥാപിച്ച് മുറികളിലാക്കി കൊണ്ടുപോകുന്നതിനേക്കാൾ ഏറ്റവും നടക്കാനുള്ള ഒരു എളുപ്പ വഴി ഞാൻ വിചാരിക്കുന്നത്, നമുക്ക് പട്ടണപ്രദേശങ്ങൾ വിട്ട് അത്യാവശ്യം വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂടിയ ചൂട് സഹിക്കാൻ പാടില്ല, കൂടിയ തണുപ്പും സഹിക്കാൻ പാടില്ല. അത് രണ്ട് മിതമായ കാലാവസ്ഥയുള്ള ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒരു 1 ഏക്കർ സ്ഥലം അല്ലെങ്കിൽ 3/4 ഏക്കർ സ്ഥലമെങ്കിലും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ, അതിന് ഇച്ചിരി വില കുറഞ്ഞ വസ്തുവൊക്കെ മതി, ഇച്ചിരി അസൗകര്യങ്ങളിലായിക്കോട്ടെ, സൗകര്യങ്ങളൊക്കെ വന്നോളും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെറിയ 3-4 ലക്ഷത്തിൽ ഒതുങ്ങുന്ന 400 സ്ക്വയർ ഫീറ്റിനപ്പുറം പോകാത്ത ചെറിയ വീട് അവനവൻ്റെ ഇഷ്ടത്തിന് വെച്ച് താമസിക്കുന്ന ഒരു ഐഡിയ രൂപപ്പെടുത്തുക. അവിടെ 5-6 കുടുംബങ്ങൾ നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോൾ 1-2 പിള്ളേരൊക്കെ ഉള്ളൂ. അവരാരും നമ്മുടെ കൂട്ടത്തിലില്ല. നമ്മൾക്കൊക്കെ ഒരു 60 വയസ്സ് പ്രായമാകുമ്പോഴേക്കും ഇവരുടേതായ ജോലിസ്ഥലങ്ങൾ തേടി അവർ പൊക്കഴിഞ്ഞിരിക്കും. പിന്നെ നമ്മൾ ഒറ്റയ്ക്കാണ്. ആ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് മൊത്തത്തിലുള്ള ഒരു ആശ്രിതത്വവും ഒരു ശ്രദ്ധയും കിട്ടത്തക്ക തരത്തിലുള്ള അകലങ്ങളിൽ ഇവർക്ക് അതിനധികം സ്ഥലമൊന്നും വേണ്ട. ഒരാൾക്ക് 2 അല്ലെങ്കിൽ 3 സെൻറ്റ് സ്ഥലം ധാരാളം മതി, ഒത്തിരി സ്ഥലം വേണ്ട. അങ്ങനെയുള്ള ചെറിയ വീടുകൾ വയ്ക്കുകയും അവിടെ ഒരു സാമൂഹ്യ അടുക്കള എന്നുള്ള നിലയിൽ ഇതുപോലെയുള്ള ഹാൾ, ഈ വലിപ്പത്തിലുള്ള ഒരു ഹാൾ ഉണ്ടാക്കുകയും അതിൻ്റെ ഒരു ഭാഗം അടുക്കളയാക്കുകയും ആ ഹോളിൽ ഈ മുമ്പേ പറഞ്ഞ പോലെ ചെസ്സ്, ക്യാരംസ് പോലെയുള്ള കളികൾക്കുള്ള ചീട്ട് കളിക്കാൻ പോലുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊരു ലൈബ്രറിയുടെ ഉപയോഗവും ചെയ്യും. ലൈബ്രറിയാകാം, ഇങ്ങനെയാകാം. ഒരു അത്യാവശ്യം ഒരു മീറ്റിംഗ് ആ നാട്ടിലുള്ള ആർക്കെങ്കിലും നടത്തുന്നവർക്ക് നടത്തുകയും ചെയ്യാം. ഇവർക്ക് ആഘോഷത്തോടു കൂടി സന്തോഷത്തോടു കൂടി അവർക്കവിടെ കഴിയുകയും ചെയ്യാം. ഏതെങ്കിലും ഒരു സാധാരണ കുടുംബത്തിലെ ഒരു ദമ്പതിമാരെയോ അല്ലെങ്കിൽ ആരെയെങ്കിലുമോ ആഹാരം നമുക്ക് മെനു ചെയ്യുക. ഓരോ ദിവസവും വേണ്ട മെനു എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ മെനു അനുസരിച്ചുള്ള ഭക്ഷണം പാകം ചെയ്ത് നമുക്ക് തിരിച്ചു തരും. അവിടെ ഒരു 3/4 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ തന്നെ നമുക്ക് പച്ചക്കറി കൃഷി ചെയ്യാം. ആർക്കും അന്യതാബോധമില്ലാത്ത സ്വന്തമാണ് എന്നുള്ള നിലയിൽ ആ കൃഷി ചെയ്യുക. അതിൽ നിന്ന് കിട്ടുന്ന ആ ഈൽഡിങ് എടുത്തുകൊണ്ട് ഏത് തരത്തിലുള്ള ഭക്ഷണമാണോ നമ്മൾ മെനുവിൽ ഉൾപ്പെടുത്തുന്നത് അതുണ്ടാക്കി തരുന്നതിന് ഒരാൾ ശമ്പളത്തിന് ആളെ വെക്കണം. വെച്ച് കഴിഞ്ഞാൽ അയാൾ പശുവിനെയോ ആടിനെയോ വളർത്തും. ആ ആട്ടുംപാലോ പശുവും പാലോ നമുക്കവിടെ ഉപയോഗിക്കാം. അതിനും നമ്മൾ കാശ് കൊടുക്കണം. അവരുടെ സേവനത്തിന് നമ്മൾ സാധാരണ പോലെ കാശ് കൊടുക്കുക തന്നെ വേണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ശ്രദ്ധയുണ്ടാകും. നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരുപാട് പണം ഒരു കുടുംബത്തിന് ചിലവാകുകയില്ല. അതുപോലെ തന്നെ ഒരു ട്രസ്റ്റ് മാതിരിയുള്ള രൂപീകരണത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ
അതിൻ്റെ നിയമപരമായ രീതിയിൽ കൃത്യമായിട്ടുള്ള ഒരു ധാരണ, അത് ആധാരം എഴുതി തന്നെ 2 സെൻറ്റ് 3 സെൻറ്റ് സ്ഥലം ഒരു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ദമ്പതികളുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ അത് കൈമാറുന്നതിനുള്ള വ്യവസ്ഥകൾ കൃത്യമായി ഉണ്ടാക്കിക്കഴിഞ്ഞാൽ മതേതരമായ രീതിയിൽ തന്നെയുള്ള കാഴ്ചപ്പാടോടുകൂടി നമ്മുടെ കുട്ടികൾ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഭാവിയിൽ അത് ഉപയോഗപ്പെടും. ഇനി അതല്ല, നമ്മുടെ കുട്ടികൾക്ക് ഈ സാധനം വേണ്ട എന്നുണ്ടെങ്കിൽ അത് ആ ട്രസ്റ്റ് ഏറ്റെടുക്കുകയും അത് നമ്മുടെ തന്നെ രീതിയിലുള്ള ഒരാളിന് അത് കൈമാറുന്നതിനുള്ള ചുമതല അവർക്ക് കൊടുക്കുകയും ചെയ്യാം. ഒപ്പം തന്നെ ആ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഇവർ ആദ്യം മുടക്കിയ ആ പണം ഈ പറഞ്ഞ ആളുകളുടെ മക്കളിലേക്ക് ചെല്ലുകയും ചെയ്യും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ഉത്തമ സമൂഹമായിട്ട് മാറുകയും ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം പരസ്പരം വർത്തമാനം പറയാനും ചിരിക്കാനും അവസാന കാലം വരെയും ഒറ്റപ്പെടലിൻ്റെ ഒരു തീഷ്ണത അനുഭവിക്കാതെ പരസ്പരമുള്ള ഒരു നോട്ടം അവർക്കുണ്ടാവുകയും ചെയ്യും. അവിടെ ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ 2 ആഴ്ചയിലൊരിക്കൽ ഒരു ഡോക്ടറുടെ സേവനം പറഞ്ഞാൽ തീർച്ചയായിട്ടും കൊണ്ടുവരാൻ പറ്റും. നമുക്കിപ്പോൾ ഒരു പഞ്ചായത്തിലോ ഒരു മുനിസിപ്പാലിറ്റിയിലോ 2-ലധികം ആശുപത്രികളുണ്ട്. ആയുർവേദമുണ്ട്, അലോപ്പതിയുണ്ട്, ഹോമിയോ ഉണ്ട്. ഏതാനും 2-3 കിലോമീറ്ററുകൾക്കുള്ളിൽ മിക്കവാറും ഇടങ്ങളിൽ കേരളത്തിൽ ഹോസ്പിറ്റലുകളുണ്ട്. അതുകൊണ്ട് അവരുടെ ഒരു ശ്രദ്ധയുണ്ടാകും. ഒപ്പം തന്നെ സാമൂഹ്യ ശ്രദ്ധയുണ്ടാകും. കളക്ടറുടെ ഒരു അടക്കമുള്ള രീതിയിലുള്ള ശ്രദ്ധയുണ്ടാവുകയും ഇത് സമൂഹത്തിനൊരു വിലമതിച്ച ഒരു കൂട്ടായ്മയായിട്ട് മാറുക, അങ്ങനെ മതേതര രീതിയിലുള്ള ജീവിതം അവിടെ സാധ്യമാവുകയും ചെയ്യും എന്നുള്ളതാണ് എൻ്റെ പക്ഷം. എനിക്ക് കുറച്ച് സ്ഥലമുണ്ട്, പാഞ്ചാലിമേടിനടുത്താണ്. തീർച്ചയായിട്ടും അത് ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യാൻ റെഡിയാണ്. ആളുകൾ പറഞ്ഞ എല്ലായ്പ്പോഴും താമസിക്കണമെന്നൊന്നുമില്ല. വർഷത്തിൽ ഒരു 4 മാസം ചൂട് കൂടുന്ന അവസരത്തിൽ അല്ലെങ്കിൽ തണുപ്പ് കണ്ടമാനം എവിടെയെങ്കിലും കൂടുന്ന അവസരത്തിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്ന് നമുക്ക് ഒരുമിച്ച് ഒരു വർഷത്തിൽ 4 മാസമെങ്കിലും താമസിക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ഒരു കൃതാർത്ഥമായ ജീവിതമായിരിക്കുമെന്നാണ് എൻ്റെ പക്ഷം. ഇത് ആലോചനയ്ക്ക് വേണ്ടി വെക്കുകയാണ്. വരും കാലങ്ങളിൽ ഈ ചർച്ച വികസിപ്പിച്ചുകൊണ്ട് വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്, അവസാനിപ്പിക്കുന്നു. എൻ്റെ പേര് രാജു KS, അടിമാലിയാണ് ഞാൻ താമസിക്കുന്ന സ്ഥലം. ഞാനൊരു കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ്, ഒരു മേസ്ത്രിയാണ്, സ്വതന്ത്ര യുക്തിവാദ സംഘത്തിൻ്റെ ഒരു പ്രവർത്തകനുമൊക്കെയാണ്. ഞാൻ ഇന്നിവിടെ വന്നത് വളരെയേറെ സന്തോഷം തോന്നുന്നു. ഇപ്പോൾ ഈ സാറിൻ്റെ പ്രഭാഷണം കേട്ടപ്പോൾ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചത് 2-3 വർഷങ്ങളായി ഈ ആശയം നടപ്പാക്കണമെന്ന് മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് യുക്തിവാദി സംഘത്തിൻ്റെ ഗ്രൂപ്പിലും അതുപോലെ സ്വതന്ത്ര ചിന്തയുടെ ഓരോ സംഘടനയിലുമൊക്കെ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതാണ്. ഇതുപോലെ ഇത്ര വിശദമായിട്ട് ഈ വേദിയിൽ വന്ന് ഇത് കേൾക്കാൻ സാധിച്ചത്, ഇന്ന് വന്നത് വളരെ ഉപകാരപ്പെട്ടല്ലോ എന്ന് ഞാൻ സന്തോഷിക്കുകയാണ്. ഈ ആശയത്തിൻ്റെ നടപ്പാക്കണം, അതിനുവേണ്ടി എല്ലാവിധ സപ്പോർട്ടുകളും എന്നാൽ കഴിയുന്നത് എല്ലാം ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞുവെന്ന് കൂടുതൽ ആവർത്തനിക്കുന്നില്ല. ഇത്തിരി മുമ്പ് ഇപ്പോൾ സംസാരിച്ചു പോയി അദ്ദേഹം പറഞ്ഞ വളരെ വിലപ്പെട്ട ഒരു നിർദ്ദേശമാണ്. അതുപോലെ തന്നെ വയോജനങ്ങൾ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരുപാട് വയോജനങ്ങളുണ്ട്. അവരെ സംരക്ഷിക്കുന്ന ചുമതല നമ്മൾ ഏറ്റെടുത്താൽ വളരെയേറെ നല്ലതാണ്. ഈ കഴിഞ്ഞ മാസത്തിൽ തന്നെ അതുപോലൊരു ഒരു കാര്യത്തിൽ ഇടപെട്ട ആളാണ് ഞാൻ. അവിവാഹിതനായിട്ട് അടിമാലി ടൗണിൽ 50 വർഷത്തോളമായി താമസിക്കുന്ന ഒരാൾ, അദ്ദേഹത്തിന് സൗജന്യമായിട്ട് താമസിക്കാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന മറ്റൊരാളുടെ ഇടം കൊടുത്തു. അത് അടിമാലി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഇതിൽ ഞാനും കൂടി ഉൾപ്പെടെയാണ് ആ വീട്ടിൽ താമസിക്കാൻ അവസരം കൊടുക്കാമെന്ന് ചോദിച്ചു. അവസരം കൊടുത്ത് അവർ താമസിച്ചു. അദ്ദേഹത്തിന് പെട്ടെന്നൊരു അസുഖം ഉണ്ടായിട്ട് അദ്ദേഹത്തെ ആംബുലൻസ് വിളിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. അദ്ദേഹം അസുഖം മാറി ഇപ്പോൾ വീണ്ടും തിരിച്ചു വരുവാണ്. അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ ആരുമില്ല. അങ്ങനെ ഒറ്റപ്പെട്ട ഒട്ടേറെ ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെ സംരക്ഷിക്കാനുള്ള ഒരു നടപടി ഇങ്ങനെ എടുക്കുന്നു എന്നുള്ള ഒരു ആശയം കേട്ടപ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷം എൻ്റെ മനസ്സിൽ തോന്നി. ഈ കാര്യത്തിന് 100% ഞാൻ കൂടെ ഉണ്ടാവും. എന്നാലാകുന്ന എല്ലാ സപ്പോർട്ടും. ഞാനൊരു മേസ്ത്രിയാണ്, ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന ആളാണ്, ആരോഗ്യത്തോടുകൂടി ജോലി ചെയ്യുന്നു. ജോലി ചെയ്യുന്നതിലും സാമ്പത്തികമായിട്ടും എന്നോട് പറ്റുന്ന എല്ലാ സപ്പോർട്ടുകളും ഉണ്ടാവും. പിന്നെ സ്ഥലവും സൗജന്യമായിട്ട് തരാൻ സന്മനസ്സുള്ള ചില ആളുകൾ എൻ്റെ അറിവിലുണ്ട്. അത്തരം ആളുകളെ കൂടെ നമുക്കിതിലേക്ക് ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരാം. ഒരു പഞ്ചായത്തിൽ ഒരു വീടെങ്കിലും ഇങ്ങനെ വൃദ്ധസദനം വേണമെന്നാണ് ഞാൻ പറയുന്നത്. മതസംഘടനകളുടെ കൂട്ടത്തിൽ പോയി ചെന്ന് ഈ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കാൻ നമ്മളെപ്പോലുള്ളവർക്ക് സാധിക്കില്ല. നമ്മളുടെ വിശ്വാസം അതല്ല. അതുകൊണ്ട് ഇത്തരം സ്വതന്ത്ര ചിന്തകർക്ക് ഒരുമിച്ച് കൂടാനും താമസിക്കാനും ഒരു ഇടമൊരുക്കാൻ വളരെ അത്യാവശ്യമാണ്. ഇത് നടപ്പാക്കുമെങ്കിൽ ഞാൻ വളരെയേറെ സന്തോഷവാനാണ്. ഞാൻ അതിനോടൊപ്പം മുൻപന്തിയിലുണ്ടാവും. ബഹുമാന്യനായ JP അദ്ദേഹം കൊട്ടാരക്കരയാണ്. ബന്ധു ജീവിതാനന്ദാശ്രമം എന്ന് പറഞ്ഞൊരു ആശ്രമം ഇതേ ആശയത്തോടുകൂടി നടപ്പാക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ 2-3 തവണ ഞാൻ പോയിട്ടുള്ളതാണ്. ഈ പരിപാടിയുടെ ഇതിൻ്റെ
പരസ്യ പ്രധാനത്തിൻ്റെ ഇത് പോസ്റ്ററുകൾ ഞാൻ ഷെയർ ചെയ്തു. അപ്പോൾ അതും അദ്ദേഹം കേട്ട് എന്നോട് വിളിച്ച് അന്വേഷിച്ചു. അപ്പം നമ്മൾ കൂടുതൽ അറിയില്ല, അവിടെ വന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പോൾ അതേ ചിന്താഗതിയിൽ നമ്മുടെ ഓരോ പഞ്ചായത്തിലും ഒരു വീടെങ്കിലും പണിയാൻ സാധിച്ചാൽ അത് നമ്മളെപ്പോലുള്ള ഈ സ്വാതന്ത്ര്യ ചിന്തകർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ആശ്വാസമാണ്. ഞാൻ എപ്പോഴും ഇതിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ മിനി. ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും പ്രസക്തമായൊരു വിഷയം തന്നെയാണ് വയോജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചിട്ട്. അതായത് ഇന്ന് കേരളത്തിലെല്ലാവരും വിദേശങ്ങളിലേക്ക് മക്കളെല്ലാവരും വിദേശങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാവരും ഇവിടെ നമ്മുടെ തൊഴിൽ സാധ്യതകൾ വളരെ കുറഞ്ഞതുകൊണ്ട്, ഒരു PSC ഒക്കെ എഴുതി കുറേ കാലം ഇരിക്കുന്നത് കൊണ്ട് എല്ലാവരും UK-ലേക്കും എല്ലാവിടേക്കും അമേരിക്കയിലേക്കും മറ്റും പോകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പോൾ ഇന്ന് ഈ അവസ്ഥയിൽ നമ്മൾ ഏറ്റവും സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒരു വലിയ വിഷയം തന്നെയാണ് വയോജനങ്ങളുടെ കാര്യങ്ങൾ. അതായത് നമുക്കിപ്പോൾ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട്. പക്ഷേ എല്ലാവരും എത്ര പേരുണ്ടായിട്ടും കാര്യമില്ല. 5 മക്കളോ 10 മക്കളോ ഉണ്ടായാൽ പോലും എല്ലാവർക്കും തിരക്കാണ്. അപ്പോൾ മാതാപിതാക്കളെ നോക്കാനുള്ള ടൈം ഉണ്ടാകുന്നില്ല. അവർക്ക് അവരുടെ ജീവിത പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ സർക്കാർ തലത്തിൽ തന്നെ എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്ത് നമുക്ക് വയോജനങ്ങളുടെ കാര്യത്തിൽ ഒരു നടപടി എടുക്കാനുള്ള സംവിധാനം ചെയ്യാതിരുന്നാൽ നമ്മുടെ കേരളത്തിലൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അടുത്ത ഒരു ലേഖനം വായിക്കുകയുണ്ടായി. അമേരിക്കയിൽ നമ്മുടെ ഇവിടെ പകൽ വീട് എന്നൊരു ഇത് ഉണ്ടല്ലോ, അതുപോലെ അവിടെ ഒരു വണ്ടി വരും, ഒരു ബസ്സോ മറ്റോ വരും. അപ്പോൾ കുറച്ച് സാമ്പത്തികമുള്ളവരായാലും അപ്പോൾ ഓരോ വീട്ടിൽ നിന്നും ആ വണ്ടിയിൽ ഓരോരുത്തരായി കയറിയിട്ട് ഇങ്ങനെ ആ പകൽ വീട് സംവിധാനം അവിടേക്ക് പോകും. അവിടെ പോയി അവർക്ക് ഇഷ്ടമുള്ള, നേരത്തെ സജിയേട്ടൻ പറഞ്ഞ പോലെ കാർഡ്സ് കളിക്കുക, അവർക്ക് ഓരോ ഇഷ്ടമുള്ള ഓരോ പരിപാടികളിൽ ഏർപ്പെടും. എന്നിട്ട് വൈകുന്നേരം അവരവരുടെ വീട്ടിലേക്ക് തിരിച്ചു വരും. അങ്ങനെ അപ്പോൾ നേരത്തെ വേറെ ആരും സൂചിപ്പിച്ചതുപോലെ അവരവരുടെ റേഞ്ചിലുള്ളവരെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം അവിടെ ഞാൻ വായിച്ചത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ എന്തായാലും സാറ് പറഞ്ഞ പോലെ ഓരോ പഞ്ചായത്തിലും ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കേണ്ട ആവശ്യകത കേരളത്തിൽ വളരെ അത്യന്താപേക്ഷിതമാണ്. അല്ലെങ്കിൽ നമ്മളൊക്കെ കുറച്ച് കാലം കഴിയുമ്പോഴേക്കും എന്താവും എന്നുള്ളൊരവസ്ഥ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ വയോജനങ്ങൾ മാത്രമല്ല, എല്ലാ ചെറുപ്പക്കാരും ഈ ചർച്ചയിൽ പങ്കെടുക്കുക, അവരുടെ അഭിപ്രായങ്ങളും കൂടി കേൾക്കുക. താങ്ക് യു. എൻ്റെ പേര് AC ജോർജ് എന്നാണ്. AC ജോർജ്, സ്ഥലം എറണാകുളത്താണ്. യുക്തിവാദ പഠന കേന്ദ്രം എന്നുള്ളൊരു സംഘടന എറണാകുളത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ മുഖ്യ നേതൃത്വ നിലയിലുള്ള ഒരാളാണ്. നാഗേഷ് ഇവിടെ വളരെ വിശദമായ ഒരു മതേതര മനസ്സുള്ളവരുടെ വാർദ്ധക്യകാല പരിരക്ഷ, അതാണ് നമ്മൾ നാഗേഷ് ഊന്നലോട് സംസാരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വർഷങ്ങളായി 10-40 വർഷത്തിൽ കൂടുതലായിട്ട് ഞാൻ യുക്തിവാദ പ്രവർത്തന രംഗത്തുണ്ട്. അന്ന് മുതലേ ഉള്ളൊരു ചർച്ചയുടെ ഒരു വിഷയം ഇതാണ്. ഇതുവരെ അതിനൊരു ഉത്തരവുണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ആമുഖമായി പറയട്ടെ, നാഗേഷ് പറഞ്ഞ അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ച ഈ കാര്യത്തോട് 100% യോജിപ്പാണ്. അതിന് എല്ലാവിധ ഭാവുകങ്ങൾ നേരുകയും നമുക്കതിനകത്ത് ചെയ്യാൻ പറ്റുന്ന എല്ലാം നാഗേഷുമായിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരാൾ വേണമല്ലോ. നമ്മളിത് നേരത്തെ ആലോചിച്ചിട്ടുള്ളതാണ്. എന്നാലും നമ്മുടേതായ എല്ലാ വിധത്തിലുള്ള പ്രോത്സാഹനവും കടപ്പാടും എല്ലാം ഈ ഒരു സംരംഭത്തിനുണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് 2 കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് ജാതിമതരഹിതരായി ജീവിക്കുന്ന ആളുകൾ, നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇന്ന് കേരളത്തിൽ അനേകം വൃദ്ധസദനങ്ങളുണ്ട്. നമുക്ക് നേരിട്ട് പരിചയമുള്ളതും നമ്മുടെ സുഹൃത്തുക്കളുടെ രക്ഷകർത്താക്കന്മാർ പോകുന്നതായിട്ടുള്ള സംഘടനകളുണ്ട്. അപ്പം എൻ്റെ തൊട്ടടുത്ത് ഒരു സ്ഥാപനമുണ്ട്. അവിടെ താമസിക്കുന്ന വൃദ്ധന്മാരുടെ പോലും കുട്ടികൾ വിദേശത്താണ്. അങ്ങനെയുള്ള ഒരു പറ്റ ആളുകളുണ്ട്. അവർക്കെന്ന് പറയുമ്പോൾ ഒരു സർക്കാർ സംവിധാനത്തിലേക്കോ അല്ലെങ്കിൽ മുഴുവൻ മതപരമായ സംഘടനകളുടെ കീഴിലാണ് ഇതുപോലെയുള്ള എല്ലാ ഏതാണ്ട് 90% സംഘടനകൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവർക്ക് അവരുടേതായ ഡിമാൻഡുകളുണ്ടാവും, അവരുടേതായ മതപരമായ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ടാവും.
നമ്മളിതിൽ നിന്ന് മാറി ഒരു നാസ്തികനായ ഒരാൾ അല്ലെങ്കിൽ ഒരു മതരഹിതനായ ഒരാൾ വയസ്സായി കഴിഞ്ഞാൽ അയാൾ നേരിടുന്ന കുറേ വെല്ലുവിളികളുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്, കോട്ടയത്ത് AC വർഗീസേനൊക്കെ നന്നായിട്ട് പരിചയമുള്ള ഒരാളാണ്. നമ്മുടെ പണ്ട് IRAയുടെ സംസ്ഥാന കമ്മിറ്റിയൊക്കെ ആയിരുന്ന വൈസ് പ്രസിഡൻ്റൊക്കെ ആയിരുന്ന ഒരു വട്ടക്കാവുണ്ട്, വർഗീസ് വട്ടക്കാവ്. അദ്ദേഹം വളരെ ക്ഷീണിതനായി ഇരിക്കുന്ന സമയത്ത്, വിവാഹിതനായിരുന്നില്ല, ഒരു പെങ്ങളാണ് ഉണ്ടായിരുന്നത്, അവരുടെ കൂടെയാണ് താമസം. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് വളരെ താല്പര്യമുണ്ടായിരുന്നു എവിടെയെങ്കിലും ഒരു വൃദ്ധസദനത്തിൽ പോയി ചേരണം എന്നുള്ളത്. പല സജഷൻസ് വന്നു, എല്ലാം ചെന്ന് അവസാനം അന്വേഷിക്കുമ്പോൾ ഇതൊരു മതപരമായ ഒരു സംഘടനയുടെ കീഴിലായിരിക്കും. അപ്പോൾ അവിടെയുള്ള ചട്ടക്കൂടുകളോ അല്ലെങ്കിൽ പാലിക്കേണ്ട രീതികളോ ഈ പറയുന്ന നമ്മൾ സ്വാതന്ത്ര്യചിന്തകർ എന്ന് പറയുന്ന അല്ലെങ്കിൽ യുക്തിവാദികൾ എന്ന് പറയുന്ന ഏത് പേരിൽ അറിയപ്പെട്ടാലും അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം എങ്ങും നിൽക്കാതെ അദ്ദേഹം അവസാനം മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ശവം എടുക്കാൻ വേണ്ടിയിട്ട് അതുവരെയും 10, 40, 50 വർഷമായിട്ട് യുക്തിവാദ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളെ അയാളുടെ ബോഡി എടുക്കാൻ വേണ്ടിയിട്ട് മതങ്ങൾ ഓടി വരുവാണ്. ഒരു 5 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ വർഗീസനൊക്കെ സമയബന്ധമായിട്ട് ഇടപെട്ട് ചെയ്ത് പലരും, വർഗീസന മാത്രമല്ല സുധാകരൻ സാറൊക്കെ ഉണ്ടാവും, ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അതുകൊണ്ട് പള്ളിയിൽ ശവം അടക്കും, പള്ളിയിൽ കൊണ്ട് അടക്കും. കാരണം അവർക്കൊരു ബോഡി കിട്ടിയാൽ മെച്ചം, നല്ലത്. കാരണം നാളെ ഒരു സമയത്ത് പറയാമല്ലോ. ഇപ്പോൾ നമ്മുടെ സൈദുകുമാറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു തന്നതേ ഉള്ളൂ. നിലവിൽ നമുക്ക് അങ്ങനെയുള്ള ആളുകളുടെ ഒരു പരിരക്ഷ എന്ന് പറയുന്നത് ചെറിയ കാര്യമേ അല്ല. ആ ഒരു രീതിയിൽപ്പെട്ട ആളുകൾക്ക് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുവാനും ഇഷ്ടമുള്ള അതേപോലെ ജീവിക്കുന്ന ഒരു പറ്റം ആളുകളുടെ ഒരു കൂട്ടായ്മ, അവരുടെ എന്താ പറയുക, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാനും കളിക്കുവാനോ ഉല്ലസിക്കുവാനോ രസിക്കുവാനോ. ഇപ്പോൾ തൊട്ട് മുമ്പ് സംസാരിച്ച മേഡം പറഞ്ഞ പോലെ നമ്മുടെ ഇന്ത്യ ഒഴിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന ഈ നമ്മുടെ ഈ നാടുകൾ ഒഴിച്ച് യൂറോപ്യൻ കൺട്രികളിൽ പലയിടത്തും ഇതുണ്ട്, സ്ഥിരമായിട്ടുണ്ട്. ഒരേ പ്രായമുള്ള ആളുകളെ വയസ്സായി കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുന്ന മക്കൾക്ക് സമയം ചിലപ്പോൾ ഇഷ്ടമില്ലാണ്ടൊന്നും ആയിരിക്കില്ല. സമയത്തിൻ്റെ ഒരു പ്രശ്നം ഇപ്പോൾ വലിയ പ്രശ്നമാണ്. സമയം ഉണ്ട്, അവർക്ക് അവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്, സാമ്പത്തിക പ്രശ്നമുണ്ട്. ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് പലരും ഒഴിവാക്കപ്പെടുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മളെപ്പോലുള്ള ആളുകൾ വൃദ്ധരായി കഴിയുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ മാനസികമായി ഒത്തുപോകാൻ പറ്റില്ല. ഞാൻ ആദ്യം പറഞ്ഞാൽ അപ്പോൾ അവർക്ക് വിദേശങ്ങളിൽ ഈ പറഞ്ഞ പോലെ തന്നെ അവർക്ക് അവരുടേതായ ഒരു കൂട്ടം ഉണ്ടെങ്കിൽ സ്വന്തം മനസ്സിലുള്ള കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാനും അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടങ്ങൾ പ്രവർത്തിക്കുവാനും അതേപോലെയുള്ള ഒരു സൊസൈറ്റി ഉണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ നാളെ സന്തോഷകരമായി ജീവിക്കാൻ, മരണം എപ്പോഴും ഉണ്ടാവും, സന്തോഷകരമായി ജീവിക്കാനും മരിക്കുവാനും അവരുടെ മരണാനന്തര ചടങ്ങുകൾ, മൃതദേഹം മെഡിക്കൽ കോളേജിൽ കൊടുക്കുകയോ അല്ലെങ്കിൽ സംസ്കരിക്കുകയോ എന്തും മതപരമല്ലാതെ മതേതരത്വമായി തന്നെ ചെയ്യുവാനുള്ള ഒരു ധൈര്യം മരണസമയത്ത് പോലും അവർക്കുണ്ടാവും. അതിനാണ് നമ്മൾ ഊന്നൽ കൊടുക്കേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയുള്ളൊരു പ്രവർത്തനം വേണം. ആര് മുന്നിട്ടിറങ്ങിയാലും അതിന് പുരോഗമന മനസ്സുള്ള ആളുകൾ എല്ലാവരുടെയും മനസ്സുണ്ടാവും. സാമ്പത്തികം ഒരു മുഖ്യ ഘടകമാണ്. ചെറിയ പൈസ ഒന്നും പോരാന്ന് നമുക്കറിയാം. ഒരു വലിയ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആര് വന്നാലും അകമഴിഞ്ഞ നമ്മളുടെ പിന്തുണ ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഞാൻ ഭൂമിക്കാരൻ JP, കൊല്ലത്തു നിന്ന് വരുന്നു. സാർ പറഞ്ഞ ആശയങ്ങളോട് പൂർണ്ണമായി യോജിപ്പാണ്. ഇവിടെ സർക്കാർ തലത്തിൽ ഇതൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം സർക്കാർ സേവന രംഗത്ത് നിന്നെല്ലാം പിന്മാറുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു പ്രതീക്ഷയും സർക്കാരിലില്ല. നമ്മൾ സാമ്പത്തികം കണ്ടെത്തി മുൻകൈ എടുത്ത് ചെയ്യേണ്ടി വരും. അത്ര വരണം. ഞങ്ങളിവിടെ ഒരു ട്രസ്റ്റുണ്ട്, ഭൂമിക്കാരൻ ആനന്ദാശ്രമം പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ്. അതിൽ 5 അംഗങ്ങൾ ഇപ്പോൾ ഇവിടെ സന്നിധരായിട്ടുണ്ട്. ആ ട്രസ്റ്റിൽ ആകെയുള്ള 12 പേരാണ്. ആ ട്രസ്റ്റ് 6 വർഷമായി ഭൂമിക്കാരൻ ബന്ധുത്വ ജീവിതാനന്ദാശ്രമം എന്നൊരു സ്ഥാപനം നടത്തുന്നുണ്ട്. അവിടെ 6 വർഷത്തിനകത്ത് 25ഓളം പേർക്ക് ചുരുങ്ങിയ കാലങ്ങളിൽ അഭയം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അവിടെ 8-10 പേരുണ്ട്. അവിടെ ഉള്ള അധികം പേരും വിശ്വാസികളാണ്. ഞങ്ങളവിടെ പരസ്യമായ പ്രാർത്ഥന അനുവദിക്കില്ല അവർക്ക്. അവിടെ മതം, മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയവ ഒന്നും അനുവദിക്കില്ല. മറ്റ് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ട്. ഭക്ഷണം ആരോഗ്യദായകമായാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു സാമ്പത്തിക വിരോധം നമ്മൾ നടത്തുന്നില്ല. പക്ഷേ നമുക്ക് പിടിച്ചയക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അവിടെ വരുന്ന താമസിക്കുന്നവർക്ക് പരിമിതികൾ പറയുന്നുണ്ട്. താമസം ഒരു ഷീറ്റ് കെട്ട കെട്ടിടമാണ്, അതുകൊണ്ട് ചൂടുണ്ട്. പിന്നെ ഒരു 10 കട്ടിൽ ഞെരുക്കിയിടാനുള്ള സ്ഥലമേ ഉള്ളൂ, 3 ബാത്റൂമേ ഉള്ളൂ, 20 സെൻറ്റ് വസ്തുവേ ഉള്ളൂ. ഇതൊക്കെ അതിജീവിക്കാൻ വേണ്ടി പുതിയ ആസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി ഈ മെയ് 2-ന് ഞങ്ങളുടെ ആശ്രമത്തിന് 28 വയസ്സ് ആവുകയാണ്. അന്ന് ഒരു
ആസ്ഥാന നിർമ്മാണ ഫണ്ട് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ അതിൻ്റെ മുന്നോടിയായി 50,000 രൂപ നിക്ഷേപിച്ചു. അഡാട്ട് സാറ് ഡോക്ടർ ധർമ്മരാജ് അഡാട്ട് 5,000 രൂപ നിന്ന് അതിൻ്റെ പ്രവർത്തന ഫണ്ട് സമാഹരണം ഉദ്ഘാടനം ചെയ്തു. അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരുടെയും പിന്തുണയും സഹായവും സഹകരണവും ഞങ്ങൾ ആശിക്കുന്നു. സാറിനോടൊപ്പം സാറിൻ്റെ ആശയങ്ങളോടൊപ്പം ഞങ്ങൾ കരകളഞ്ഞ് മനസ്സോടെ എപ്പോഴും ഒന്നും ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഞങ്ങളുടെ ആസ്ഥാനം കൊല്ലം ജില്ലയിൽ പാരിപ്പള്ളിക്കടുത്ത് വേളമാൻ എന്ന സ്ഥലത്താണ്. എൻ്റെ പേര് ഭൂമിക്കാരൻ ബന്ധുത്വ ജീവിതാനന്ദാശ്രമം. ശരി. ഇവിടെ ഇരിക്കുന്നവരിൽ ആരാണ് വയോജനമല്ലാത്തത്? ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരാൾ ഇന്നും മറ്റൊരാൾ നാളെയും മറ്റൊരാൾ അതിനടുത്ത ദിവസവും ഈ പദവിയിലേക്ക് എത്തുമെന്നുള്ള ഒഴിച്ചാൽ ഇത് കേവലം വയോജനങ്ങളുടെ മാത്രമായിട്ടുള്ള ഒരു ഇഷ്യൂ അല്ല. ഇത്തരമൊരു ദൗത്യം കേരള യുക്തിവാദി സംഘം പോലെയുള്ള ഒരു സംഘടന ഇന്നേ വരെ ഏറ്റെടുക്കുവാൻ ശ്രമം നടത്തിയിട്ടില്ല. ക്ഷമിക്കണം, സംഘടനയുടെ പേര് എടുത്തു പറഞ്ഞതിന് അങ്ങനെ ഒരു നിബന്ധന ഉണ്ടായിരുന്നു. എങ്കിലും അത് പറഞ്ഞത് ദീർഘകാലം കേരള യുക്തിവാദി സംഘത്തിൻ്റെ പ്രവർത്തകയായിരുന്നു, ഇപ്പോഴും അതെ. അപ്പോൾ പല തവണ പല ഘട്ടങ്ങളിലും ഞങ്ങൾ പല മീറ്റിങ്ങുകളിലും ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചുവെങ്കിലും ക്രിയാത്മകമായ ഒരു സമീപനം അതിനോട് ഇന്നേ വരെ നമ്മുടെ സംഘടനകൾ പുലർത്തിയിട്ടില്ല. അപ്പോൾ ഇത്തരത്തിൽ വളരെ ക്രിയാത്മകമായ അതിൻ്റെ ഒരു നെറ്റ്വർക്ക് എന്താണ് അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു രൂപഘടനയോടുകൂടി ഒരു കാര്യമാണ് ഇന്നിവിടെ അവതരിപ്പിക്കുകയുണ്ടായത്. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ള, ഹൗ ഓൾഡ് ആർ യു എന്ന് പറയുന്ന സിനിമയിൽ മഞ്ജു വാര്യർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ആരാണ് ഒരു സ്ത്രീയുടെ പ്രായം നിശ്ചയിക്കുന്നത് എന്ന്, അല്ലേ? എന്നെല്ലാവരും വളരെ വലിയ കയ്യടിയായിരുന്നു. അത് സ്ത്രീയുടെയോ പുരുഷൻ്റെയോ എന്നുള്ള വ്യത്യാസമില്ല. ഒരാളുടെ പ്രായം നിർണ്ണയിക്കുന്നത് ആരാണ്? പ്രായം നിർണ്ണയിക്കാനേ പറ്റില്ല. കാരണം ഈ ജീവിതത്തിന് ഫുൾ സ്റ്റോപ്പ് വീഴുന്ന നിമിഷം ഏതാണ് എന്ന് നമുക്ക് ആർക്കും അറിയില്ല. അപ്പം ജീവിക്കുന്ന നിമിഷം ജീവിച്ചു കൊണ്ടേയിരിക്കുക. കേവലം റിട്ടയർമെൻറ്റ് പ്രായമെന്ന് കരുതി 56 വയസ്സിൽ ഇപ്പോൾ ദേ യൗവനത്തിൽ നിൽക്കുന്ന എന്നെയൊക്കെ പിടിച്ച് പടിക്ക് പുറത്താക്കുകയാണ് സർക്കാർ സർവീസിൽ നിന്ന്. അപ്പോൾ ഇത് കേവലം ഒരു നമ്പറിൻ്റെ കളിയാണ്. നിങ്ങളുടെ മനസ്സാണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ യുവാവാണോ കുട്ടിയാണോ വൃദ്ധനാണോ എന്ന്. അപ്പോൾ റിട്ടയർമെൻറ്റ് പ്രായമെത്തിയല്ലേ വയോജനം എന്നുള്ളൊരു പേര് ചാർത്തി കൊടുത്തിട്ട് രാമപാദം പോകാൻ വേണ്ടി പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പരലോകം പോകാൻ വേണ്ടിയോ അല്ലെങ്കിൽ സ്വർഗം ലഭിക്കാൻ വേണ്ടിയോ അവിടെ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് തളച്ചു വിടുന്ന ഭ്രാന്താലയങ്ങളിലേക്ക് ഏതായാലും നമ്മളിൽ ഒരാളും പോകാൻ താല്പര്യപ്പെടുന്നില്ല, അത് ഉറപ്പാണ്. അപ്പോൾ മറ്റൊരു കാര്യമുണ്ട്, നമ്മളുടെ വൃദ്ധരാകുക അല്ലെങ്കിൽ വയോജനങ്ങൾ എന്ന് പറയുന്ന ഒരു ജീവിതത്തിൻ്റെ ഒട്ടപ്പാച്ചിൽ അവസാനിപ്പിച്ച് ഏതാണ്ട് ഒരു വിശ്രമത്തിൻ്റെ ഘട്ടത്തിലേക്ക് എത്തുന്ന സമയമാണ്. ആ സമയത്താണ് അവരുടെ മനസ്സിന് ഏറ്റവും വലിയ എൻഗേജ്മെൻറ്റുകൾ നമ്മൾ നൽകേണ്ടത്. അപ്പോൾ ഇവിടെ പറഞ്ഞതിൽ എനിക്ക് കൂട്ടിച്ചേർക്കുവാനുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, ഇവിടെ ആദ്യം മുതൽ കാര്യങ്ങൾ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. കാരണം നമ്മുടെ ഇവിടെ എത്തിയ ഒരു സുഹൃത്തിൻ്റെ ഭാര്യയ്ക്ക് ഇച്ചിരി ആരോഗ്യ പ്രശ്നം മൂലം BP താന്നതാണ്, അവിടെ കിടക്കുകയാണ്. അപ്പം അവരെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഞാൻ അല്പസമയം അവിടെ ഇരുന്നത് കൊണ്ടാണ് എനിക്ക് ആദ്യ ഭാഗം കേൾക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ ഒരു മുഴുവൻ പ്രിൻ്റഡ് ആയിട്ടുള്ളൊരു മാറ്റർ ഉണ്ടെന്ന് തോന്നുന്നു, അതൊന്ന് വായിക്കുവാനുള്ള അവസരം നൽകണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ എത്ര സ്വരുക്കൂട്ടിയാലും ഇതെത്തുമോ? നമ്മളുടെ ഈ ലക്ഷ്യമെന്ന് പറയുമ്പോൾ ചെറിയൊരു കാര്യമാണെങ്കിലും അത് പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ അതിന് നമുക്ക് പണം വേണം. നമ്മൾ ഈ പറയുന്ന കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അല്ലെങ്കിൽ നമ്മൾ കാക്ക ചുള്ളിക്കൊമ്പുകൾ ചേർക്കുന്നത് പോലെ വെച്ചാൽ ഇത് സാധിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് നമ്മുടെ അവകാശമാണ്. ഈ രാജ്യത്ത് ഏതൊരു വ്യക്തിയെയും പോലെ മതവ്യക്തികളെ പോലെ മതേതരരായ വ്യക്തികൾക്കും ഇവിടെ സ്ഥാനമുണ്ട്, ഇവിടെ അവകാശമുണ്ട്. ഇത് ഞങ്ങളുടെ അവകാശമാണെന്ന് നമ്മുടെ സർക്കാരിൻ്റെ മുന്നിൽ കൃത്യമായിട്ട് ബോധിപ്പിച്ചുകൊണ്ട് രേഖകൾ സമക്ഷം ഭരണഘടനാനുസൃതമായിട്ട് നമ്മൾക്കുള്ള അവകാശങ്ങൾ കൃത്യമായിട്ട് സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ട് ഈ അവകാശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ഇന്ന ഒരു കാര്യത്തിലേക്കായിട്ട് അടുത്ത തവണത്തെ ബജറ്റിൽ തുക വകകൊള്ളിച്ചിരിക്കണം എന്നുള്ള ഒരു റെപ്രസെൻറ്റേഷൻ കൃത്യമായിട്ട് നമ്മുടെ ഈ കൂട്ടായ്മയുടെ പേരിൽ നമുക്ക് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാനാവണം. അത് അനുവദിച്ച് ലഭ്യമാക്കുന്നതിനാവശ്യമായ സമ്മർദ്ദ തന്ത്രങ്ങൾ തന്ത്രം എന്ന് ഞാൻ പറയുന്നത് മതേതര രാഷ്ട്രത്ത് മതവ്യക്തികളെപ്പോലെ ഇതരരായിട്ടുള്ള നമുക്കും അവകാശമുണ്ട്, നമുക്ക് അടയാളപ്പെടുത്തണം, നമുക്കൊരു സ്ഥാനമുണ്ട്, ആ സ്ഥാനം ഞങ്ങൾക്ക് അനുവദിച്ച് ലഭ്യമാക്കുക തന്നെ വേണം എന്നുള്ള തരത്തിൽ നമ്മുടെ ഒരു റെപ്രസെൻറ്റേഷൻ
നമ്മൾ ഒരുപക്ഷെ ഇന്നീ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും നമുക്കൊരു പ്രമേയം പാസ്സാക്കാനാകുമെന്ന് എനിക്ക് തോന്നുന്നു. അത് നമുക്ക് സർക്കാരിൻ്റെ മുന്നിൽ സമർപ്പിക്കാനാവണം. അത്തരത്തിൽ ഫണ്ട് അനുവദിപ്പിച്ചുകൊണ്ട് എല്ലാ പഞ്ചായത്തുകളിലും അല്ലെങ്കിൽ പോലും എല്ലാ ജില്ലകളിലും അല്ലെങ്കിൽ പോലും സോണുകൾ തിരിച്ചെങ്കിലും ഒരു 4 സോണുകളായിട്ടെങ്കിലും തിരിച്ചുകൊണ്ട് 4 കേന്ദ്രങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് വയോജന ക്ഷേമത്തിനായിട്ട്, വയോജനങ്ങളുടെ വിശ്രമ ജീവിതം എന്ന് പറയുന്നത് വിശ്രമിക്കുകയല്ല, മരണം വരെയും ഓരോ നിമിഷവും നമ്മൾ ജീവിക്കണം. പ്രവർത്തന നിരതമാകാൻ, പ്രവൃത്തി ചെയ്യാനില്ലാത്ത അവസ്ഥയാണ് ഒരുവൻ മരിക്കുന്ന അവസ്ഥയെന്ന് പറയുന്നത്. ആ അവസ്ഥയിൽ ഒരു അവസാന ശ്വാസം വരെ ഓരോ യുക്തിവാദിയും ഓരോ മതേതര ജീവിയും ജീവിക്കുമെന്നാണ് പറയുന്നപ്പോൾ ആ ജീവിതത്തിന് ഉതകുന്ന തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നതിനും വിശ്രമിക്കുന്നതിനും വിനോദത്തിൽ ഏർപ്പെടുന്നതിനും പരസ്പരം ഇടപഴകുന്നതിനുള്ള കേന്ദ്രങ്ങൾ സർക്കാർ എയ്ഡോടുകൂടി തന്നെ നമുക്ക് സ്ഥാപിക്കാൻ പറ്റുന്ന ശ്രമങ്ങളാണ് യുക്തിബോധമുള്ള, അവകാശബോധമുള്ള വ്യക്തികൾ എന്ന നിലയിൽ കൂടി നമ്മൾ ചെയ്യേണ്ടത് എന്നൊരു നിർദ്ദേശമാണ് ഇതിനോടൊപ്പം ചേർത്ത് വയ്ക്കാൻ. സമയം അതിക്രമിച്ചിരിക്കുന്നത് കൊണ്ട് വളരെ ചുരുക്കി പറയാം. ഇവിടെ നമ്മുടെ ചില സുഹൃത്തുക്കൾ മലബാർ ഭാഗത്ത് വന്നിട്ടുണ്ട്. ഒരു മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ ഇത്തരം നമ്മൾ സൂചിപ്പിച്ചതുപോലെ 1-2 സെൻറ്ററുകളുണ്ട്. അവരെ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. രതീഷ്, കണ്ണൂർ ജില്ലയിൽ നിന്ന് രതീഷ് വന്നിട്ടുണ്ട്. രതീഷിനെ കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ JP അദ്ദേഹം ഇവരെ കുടുംബം വളരെയധികം റിസ്ക് അനുഭവിച്ചുകൊണ്ടാണ് ആ പ്രസ്ഥാനം കൊല്ലത്ത് നടത്തിക്കൊണ്ട് പോകുന്നത് എനിക്കറിയാം. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അങ്ങനെ ചെറിയ ചെറിയ സംരംഭങ്ങളുണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ 1987-88 ആ കാലഘട്ടത്തിൽ മുണ്ടക്കയം കേന്ദ്രീകരിച്ച് ഞങ്ങൾ മാനവവേദി എന്ന് പറയുന്നൊരു പ്രസ്ഥാനം ഉണ്ടാക്കിയിരുന്നു. ഞാനും സജികുമാറും ഞങ്ങളൊക്കെ ഡൊമിനിക്ക് ഞങ്ങളൊക്കെ എൻ്റെ ആൾക്കാരായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ മറ്റുള്ള ഇതര പ്രസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും പ്രോജക്റ്റുകൾ ചെയ്യണം എന്നൊരു ആഗ്രഹം പ്രകടിപ്പിക്കുകയും അതിന് എൻ്റെ ബയോയിൽ തന്നെ ഞങ്ങൾ എഴുതി വച്ചിരുന്നത് നമുക്കൊരു മാനവ കേന്ദ്രം ആരംഭിക്കണം എന്ന് പറഞ്ഞ്. അത് ഉദ്ദേശം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞാനത് കൊണ്ടു നടക്കുന്നുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ അതൊന്ന് പരിചയപ്പെടുത്തുന്നത്. എൻ്റെ ഒരു അഭിപ്രായം, വലിയ വില കൊടുക്കാത്ത അത് കിട്ടുന്ന സ്ഥലം എവിടെയെങ്കിലും 1-2 ഏക്കർ സ്ഥലം വാങ്ങുക. ചെറിയൊരു പ്ലോട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം ഞാൻ പാലായിലാണ് താമസിക്കുന്നത്. പാലയുടെ കിഴക്കൻ മേഖല ഇതുപോലെ മനോഹരമായ പ്രകൃതിരമണമായ സ്ഥലത്തൊക്കെ വില കുറച്ച് സ്ഥലം കിട്ടുമായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു നിർദ്ദേശം ഇന്ന് വെച്ചിരുന്നത്. 1-2 ഏക്കർ സ്ഥലം കേരളത്തിൽ എത്രയോ മതേതര ചിന്തകരായ മനുഷ്യർ എല്ലാവരും കൂടെ ഈ സംഘടനകളുടെ ഈ പരിമിതികൾക്ക് അപ്പുറത്ത് യോജിക്കുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് സഫലീകരിക്കാനായിട്ട് കഴിയും. ആദ്യം സ്ഥലം വാങ്ങുക. അതിനുശേഷം അവിടെ നമുക്ക് സ്വന്തം കുടുംബത്തിലേക്ക് എത്തിച്ചേരുന്നത് പോലെ വർഷത്തിൽ 1-2 പ്രാവശ്യം ഇതുപോലുള്ള നമുക്ക് 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന കുടുംബമേളകളോടെ സംഘടിപ്പിക്കാനേ കഴിയും. പിന്നെ എപ്പോൾ വേണമെങ്കിലും ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചൊരു സ്വന്തം വീട്ടിലേക്ക് ഭവനത്തിലേക്ക് വരുന്ന പോലെ വന്ന് താമസിച്ച് സ്വയം ഭക്ഷണം പാകം ചെയ്ത് അവിടെ ആസ്വദിച്ച് മടങ്ങിപ്പോകാവുന്ന രീതിയിൽ അന്ന് നമ്മളങ്ങനെയാണത് വിഭാവന ചെയ്തത്. ഇപ്പോഴും ഞാനത് ആ സ്വപ്നം കൊണ്ട് നടക്കുന്ന ഒരാളാണ്. അവിടെ എൻ്റെ ഒരു സങ്കല്പം, സ്ഥലം വാങ്ങുന്നു, അതിനുശേഷം നമുക്ക് ഒത്തുകൂടാനുള്ള ഒരു ചെറിയ ഓഡിറ്റോറിയം ഉണ്ടാക്കുന്നു. ആ സ്ഥലത്ത് ചെറിയ ചെറിയ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹട്ടുകൾ, വലിയ കോൺക്രീറ്റ് മന്ദിരങ്ങളൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. അതൊക്കെ കുറേ മോഡൽസ് നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ ഹട്ടുകൾ ഉണ്ടാക്കുന്നു. അത് ഒരു ട്രസ്റ്റിന് അത് കൈമാറുക. ഇപ്പം ഞാൻ തന്നെ കുറച്ച് സ്ഥലം വാങ്ങിയിട്ടിട്ടുണ്ട്. ഇങ്ങനൊരു സംരംഭത്തിന് വേണ്ടി ആരെങ്കിലുമൊക്കെ മുന്നോട്ട് വരാമെന്ന ഏത് നിമിഷവും വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. പക്ഷെ അത് ആരും വന്നിട്ടില്ല. പലരും എന്നോട് തന്നെ ചോദിച്ചു, സുധാകര സാർ എന്തായി എന്നാ തുടങ്ങാതെ എന്നോട് ഇങ്ങോട്ട് ചോദിക്കുക. ഇത് എല്ലാവരും കൂടെ ഷെയർ ചെയ്യാനായിട്ട് പലപ്പോഴും സന്മനസ് കാണിക്കുന്നില്ല. പിന്നെ നമ്മുടെ യുക്തിവാദികളുടെ പൊതുവെയുള്ള സ്വഭാവം മൈക്കിന് മുമ്പിൽ വന്ന് നമ്മളിതൊക്കെ വലിയ കാര്യങ്ങളൊക്കെ പ്രസംഗിക്കും. പക്ഷേ കാര്യത്തിലേക്ക് കിടക്കുമ്പം, പ്രയോഗത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും പതുക്കെ പിന്നോട്ട് പോകും. അതാണ് നമ്മുടെ 10-40 വർഷങ്ങളായിട്ടുള്ള എനിക്ക് ഈ രംഗത്തെ പ്രവർത്തിച്ചതിൽ നിന്ന് കിട്ടിയൊരു പാഠം അതാണ്. അതിലൊരു മാറ്റം ഉണ്ടാവണമെന്നാണ് ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സജികുമാർ നല്ലൊരു നിർദ്ദേശം വെച്ചു. അതിമനോഹരമായ പാഞ്ചാലിപുരം സ്ഥലത്തിനടുത്താണ് അദ്ദേഹത്തിന് കുറേ സ്ഥലമുള്ളത്. കുറേ കാലം എന്നോട് പറയും നമുക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന്. അപ്പോൾ നിങ്ങളുടെ എല്ലാം മനസ്സിലിരിക്കുക. താല്പര്യമുള്ളവരെ നമ്മുടെ എല്ലാവരും ഫോൺ നമ്പറുകൾ ഇവിടെ നിന്ന് കളക്ട് ചെയ്തിട്ട് പോവുക. നമുക്ക് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊന്ന് കോൺടാക്റ്റ് ചെയ്യാൻ കഴിയണം. താല്പര്യമുള്ളവർ ഒന്നിച്ച് കൂടിയിട്ട് നമ്മളിങ്ങനെ വെറുതെ പ്രസംഗിച്ച് പോയിട്ട് കാര്യമില്ല. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് ഇപ്പം കഴിവില്ലാത്തതുകൊണ്ടാണ് ബാക്കി കാര്യങ്ങളിലേക്ക് ഞാൻ പോകാത്തത്. ഇനി ആരും സഹകരിച്ചില്ലെങ്കിലും ചെറിയ തോതിലെങ്കിലും എന്തെങ്കിലും ചെയ്തു വയ്ക്കും എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അത് ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുന്നു. എൻ്റെ പേര് രതീഷാണ്.
കണ്ണൂരാണ് സ്ഥലം. നമ്മളെ കേരളത്തിലെ എന്നല്ല, എന്തുകൊണ്ട് യുക്തിവാദിക പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ശുഷ്കമായി പോയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഉത്തരം എന്ന് പറയുന്നത്, പലപ്പോഴും നമ്മൾ ഈ പ്രസംഗങ്ങളും മീറ്റിങ്ങുകൾക്ക് അപ്പുറത്തേക്ക് സ്ഥാപനവൽക്കരിക്കപ്പെടാതെ പോകുന്നത് കൊണ്ടാണ് ഇതിൻ്റെയൊക്കെ അടിത്തറ ഇല്ലാതായി പോകുന്നില്ല. നമ്മളിപ്പോൾ നമ്മൾ യുക്തിവാദി പ്രസ്ഥാനങ്ങളടക്കം നമ്മൾ പ്രവർത്തിക്കേണ്ടത് മതരാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എങ്ങനെയാണോ ഇവിടെയൊക്കെ തന്നെ വേരുറപ്പിച്ച് നിൽക്കുന്നത്, ആ രീതിയിൽ തന്നെ ആ മോഡലിൽ എന്നാൽ അതേപോലെ എന്നല്ല, ആ മോഡൽ എങ്ങനെയാണോ ആ മോഡൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി മുമ്പോട്ട് പോകാൻ പറ്റും എന്നാണ് ഞങ്ങൾ കാണുന്നത്. നമ്മളൊന്ന് ചർച്ച ചെയ്യേണ്ട ഭാഗമല്ല, അങ്ങനെ സ്ഥാപനവൽക്കരണം ഉണ്ടാവുക എന്നല്ല. ഇവിടുത്തെ മതസാമുദായിക സംഘടനകളാകെ തന്നെ സ്കൂളുകളും കോളേജുകളും അതുപോലെ തന്നെ വൃദ്ധസദനങ്ങളും ഒക്കെ തന്നെ നമ്മളീ പറയുന്ന ആളുകളൊക്കെ തന്നെ ഉണ്ടെങ്കിൽ പോലും വയോജനങ്ങളെ മേഖല പറയുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ആളുകൾ അത്ര ആ മേഖലകളിലേക്ക് കടക്കുന്നുണ്ടാകും. ഈ ക്രിസ്ത്യൻ സമുദായ മേഖലകൾ അതുപോലെ തന്നെ മറ്റുള്ള ആളുകളാണ് ഈ സേവന മേഖലയിലേക്ക് ഒരു ആൾ നിലത്ത് വീണിട്ട് കണ്ടു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും അവരെ ശുശ്രൂഷിക്കാനും നിൽക്കുന്നത് പലപ്പോഴും ഈ മത ആളുകളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. അതിലേക്ക് നമ്മൾ പ്രായോഗികമായി കടക്കുന്നില്ല എന്നുള്ളതാണ്. ആ പ്രായോഗികമായി കടക്കുന്ന നേരം മലപ്പുറം ഏരിയ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ അസറ്റ് എന്ന് പറയുന്ന ഒരു അക്കാദമി രൂപീകരിച്ചത്. അസറ്റ് അക്കാദമി രൂപീകരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഉദ്ദേശിച്ചത്, നിങ്ങൾക്കറിയാവുന്ന ശിവദാസ് മാഷും അതുപോലെ മുഹമ്മദ് പാറക്കലും അതുപോലെ ഇസ്മയിൽ അടക്കമുള്ള ആളുകളാണ് ഇതിൻ്റെ സംഘാടകർ ഉള്ളത്. ശിവദാസ് മാഷാണ് അതിൻ്റെ കൺവീനർ, ഇസ്മയിൽ ആണ് അതിൻ്റെ ചെയർമാൻ. അങ്ങനെയുള്ള ഒരു ട്രസ്റ്റാണ് രൂപീകരിച്ചത്. അതിൽ ജബ്ബാർ മാഷ് അടക്കമുള്ള ആളുകൾ സംഭാവനകൾ ഉണ്ട്. ഈ ഞങ്ങൾ ആദ്യം തന്നെ അവിടെ ഒരു അക്കാദമി എന്ന രീതിയിൽ സമൂഹത്തിന് പിന്നോട്ട് നിൽക്കുന്ന ആളുകളെ സ്കൂളുകൾ കോളേജിൽ +2 വിദ്യാഭ്യാസത്തിന് ഇല്ല പഠിക്കാൻ പോകാതിരിക്കുന്ന ആളുകളെ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആളുകളെ സ്പോൺസർഷിപ്പിലേക്ക് കൂടി +2 സ്കൂൾ വിദ്യാഭ്യാസം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പാരൽ കോളേജ് പോലുള്ള സംഭവം നടന്നു. അതിൻ്റെ തുടർച്ചയാണ് മലപ്പുറം പട്ടാമ്പി കേന്ദ്രീകരിച്ചുകൊണ്ട് നിളയോരം എന്ന് പറയുന്ന ഒരു വാർദ്ധക്യ വയോജനങ്ങൾക്ക് കേന്ദ്രമായി കൊണ്ടൊരു പുതിയ ബിൽഡിങ്ങുകൾ പണിയാൻ ആരംഭിക്കുന്നത് പല ആളുകളും അറിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വയോജനങ്ങൾക്ക് മാത്രമല്ല, അവിടെ യുക്തിവാദി ആളുകൾക്ക് സമൂഹത്തിൽ നിന്ന് നിൽക്കാൻ പറ്റാത്ത തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർക്ക് താമസിക്കാനുള്ള റൂമുകൾ കൂടി കുറച്ച് ആളുകൾക്കുള്ള താമസ സൗകര്യം കൂടി അതിൻ്റെ ഭാഗമായി അവിടെ ഒരുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ വയോജനങ്ങളെ ചർച്ച നടക്കുമ്പോൾ തന്നെ അത്തരത്തിൽ യുക്തിവാദി നമ്മളെ ഒരു മേഖലകളിൽ നിന്ന് അത്തരൊരു സംരംഭം കൂടി വരുന്നുണ്ട്. അതിന് ഇവിടെയുള്ള എല്ലാവരുടെയും സഹായങ്ങളും എല്ലാവിധ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഞാൻ യുക്തിവാദി സംഘടനയുടെ ആശയങ്ങളുമായി ബന്ധപ്പെട്ട് അത് വർഷങ്ങളായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ്. അന്നെല്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു ചർച്ചയാണ് ഇപ്പോൾ ഇവിടെ സാർ അവതരിപ്പിച്ചത്. ആ ചർച്ചകൾ വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ 10-30 വർഷമായി. ഇതുവരെ ഇതുപോലൊരു ചർച്ചയ്ക്ക് മുന്നോട്ട് പോകാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതായ വലിയൊരു വിഷയം തന്നെയാണ്. ഇന്നലെ ഇവിടെ പറഞ്ഞു, രാഷ്ട്രീയപരമായോ രാഷ്ട്രീയപരമായിട്ട് നമ്മൾ ചർച്ച മുന്നോട്ട് കൊണ്ടുപോയി അത് കൂടുതൽ വഷളാക്കരുതെന്ന്. നമുക്കെന്തുകൊണ്ട് രാഷ്ട്രീയപരമായിട്ട് ചിന്തിക്കാതെ കൊണ്ട് ഈ പ്രവർത്തനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? നമ്മൾ ഇപ്പം തന്നെ ഇവിടുത്തെ സാറ് പറഞ്ഞു, ഷാജി സാറ് രാവിലെ ഞങ്ങളോട് പറഞ്ഞു, ഈ സ്കൂളിൻ്റെ അബിലിവേഷന് വേണ്ടി നടക്കാത്ത അബിലിവേഷൻ കിട്ടാണ്ട് വളരെയധികം കഷ്ടപ്പെട്ട് ലാസ്റ്റ് സാറ് സഹിയിട്ട് കടുംകൈയിലേക്ക് വരെ ഒരുതിന് തട്ടിയാലോ എന്ന് വരെ ചിന്തിച്ചു. എന്നിട്ടും സാറ് അന്നേരത്തേക്ക് അത് പിന്നെ സാറിൻ്റെ ജീവിതം വെറുതെ പാഴായി പോകുമല്ലോ എന്നുള്ളൊരു ചിന്താഗതി വന്നിരിക്കുന്നു. അപ്പം നമ്മളെ കൊണ്ട് ഇപ്പം ക്ഷേമ പെൻഷൻ്റെ കാര്യം പറഞ്ഞു. ആ ക്ഷേമ പെൻഷനും കേന്ദ്രവും നിർത്തലാക്കാൻ പോവുകയാണ്.
ഈ പെൻഷനെ ആശ്രയിച്ച് ദിവസം 2000 രൂപ 3000 രൂപ വരുമാനമുള്ള ഓരോ വ്യക്തിയും അപ്പന് കിട്ടുന്നയോ അമ്മയ്ക്ക് തീർത്തുന്നയോ 1600 രൂപ പിടിച്ചു വാങ്ങാൻ വേണ്ടിയാണ് പല കുടുംബങ്ങളിലും വിഷയങ്ങൾ ഉണ്ടാകുന്നത് എനിക്കറിയാം. അപ്പം തീർത്തും ഒറ്റപ്പെടുകയും നിരാശാബോധത്താൽ വയോജനങ്ങൾ ആത്മഹത്യയിലേക്ക് വരെ പോകുന്ന വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ചർച്ച വളരെ ഗൗരവമുള്ളതാണ്. അത് ഒന്നുകൂടെ ഗൗരവപരമായിട്ട് ചിന്തിക്കണമെന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എൻ്റെ പേര് ഡൊമിനിക്ക്. എൻ്റെ പേര് ജബ്ബാർ താജ്, വയനാട്ടിൽ നിന്നാണ്. ഒരു 2 മാസം മുമ്പ് ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ ഫാദറിനെ കാണാൻ വേണ്ടി ഒരു വൃദ്ധസദനത്തിലേക്ക് പോയി. വളരെ കാലങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തെ ഞാൻ കാണുന്നത്. അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനായിരുന്നു, നല്ലൊരു വായനക്കാരനായിരുന്നു, ഒരു സാമൂഹ്യ പ്രവർത്തനം കൂടെ ആയിരുന്നു. ഏതായാലും അദ്ദേഹത്തെ കാണാൻ ഞാൻ പോയപ്പോൾ അദ്ദേഹത്തെ കണ്ട് നല്ല സൗകര്യങ്ങളുള്ള വീടും നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഡാഡി എങ്ങനെയുണ്ട് താമസമൊക്കെ അടിപൊളിയാണ്, പക്ഷേ രാവിലത്തെ 4 മണിക്കിട്ട് പ്രാർത്ഥന ഉണ്ടല്ലോ അത് സഹിച്ചുകൂടാ അദ്ദേഹം പറയാം. അപ്പോൾ നമ്മുടെ ചിന്താഗതിയുള്ള ആൾക്കാർക്ക് ഇത്തരം വൃദ്ധസദനങ്ങളിലേക്ക് പോകുമ്പോൾ ഒരുപാട് മാനസികമായ പ്രയാസങ്ങൾ ഉണ്ട്. അതുമായിട്ട് ഒത്തുപോകാൻ ഒരു തരത്തിലും അവർക്ക് സാധിക്കുന്നില്ല. പക്ഷേ എല്ലാം സഹിച്ച് അങ്ങനെ നിൽക്കുകയാണ്. നിങ്ങൾക്കറിയാം ഒരു പക്ഷേ KLF എന്നുള്ള ചിക്കൻ ഫ്രൈഡ്സിൻ്റെ കഥ. അദ്ദേഹത്തിന് 82 വയസ്സുള്ള കാലത്താണ് അദ്ദേഹം ആ സ്ഥാപനം തുടങ്ങിയത്. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ വാർദ്ധക്യം ഒരു പ്രശ്നമല്ല. നമ്മുടെ മനസ്സ് സഞ്ചരിക്കുന്നത് പോലെ നമ്മുടെ ശരീരം സഞ്ചരിക്കാൻ പറ്റില്ലെങ്കിലും മനസ്സുണ്ടെങ്കിൽ എല്ലാം പിടിച്ചടക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ കൂട്ടായ്മ കൊണ്ട് ചെറിയൊരു ഭവനെങ്കിലും ഉയർന്നു വരികയാണെങ്കിൽ ഏറ്റവും സന്തോഷിക്കുന്നത് എല്ലാവരും തന്നെ ആയിരിക്കും. ചർച്ചകളിൽ പങ്കെടുത്തവരുടെ കാര്യങ്ങൾ, അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ടും എന്തെങ്കിലും അവതാരകൻ അവതരിപ്പിച്ച വിഷയത്തിലുള്ള സംശയങ്ങൾ ആരും ചോദിച്ചായിട്ട് തോന്നിയില്ല. മറിച്ച് അതിനെ കൂട്ടിച്ചേർക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യുന്ന കുറേ വസ്തുതകളും വിവരങ്ങളുമാണ് എല്ലാവരും നൽകി എന്നാണ് കോർഡിനേറ്റർ എന്നുള്ളതൊക്കെ എനിക്ക് പറയാനുള്ളത്. വാർദ്ധക്യത്തിൻ്റെ പ്രശ്നങ്ങൾ ഉൾക്കൊണ്ടത് ഒരുപക്ഷെ സദസ്സിലെ വാർദ്ധക്യ ജനതയുടെ ഭൂരിപക്ഷം കൊണ്ടായിരിക്കാം. ന്യൂനപക്ഷമുള്ള ചെറുപ്പക്കാർ കാര്യമായി പ്രതികരിച്ചില്ല എന്നതാണ് ഇതിലൊരു പോരായ്മയായി ഞാൻ കാണുന്നത്, ഒരാളൊഴികെ. കൂട്ടത്തിൽ അദ്ദേഹം പരാമർശിച്ച ചില വിഷയങ്ങളെ പറഞ്ഞുകൊണ്ട് ഇത് പൂർത്തിയാക്കുന്നതിന് അവതാരകനെ ഞാൻ ക്ഷണിക്കാം. 1-2 കാര്യങ്ങളാണ് ഞാൻ ഫോക്കസ് ചെയ്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതിൽ 14% വരുന്ന കേരളത്തിലെ വയോജനങ്ങൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞതാണ്. അതുപോലെ തന്നെ യൂറോപ്പിലെ സമാനമായി നമ്മുടെ ഈ സ്ഥലങ്ങളിൽ ചെയ്യണം. സ്റ്റേറ്റിനെ നിർബന്ധിക്കണം. സ്റ്റേറ്റാണ് അത് ചെയ്യേണ്ടത്. സ്റ്റേറ്റ് ചെയ്യാത്ത സാഹചര്യങ്ങളിൽ സ്വാഭാവികമായും സ്വകാര്യ സ്ഥാപനങ്ങൾക്ക്, സെക്കുലർ പ്രസ്ഥാനങ്ങൾക്കിത് ആരംഭിക്കാം. അപ്പോൾ അതിലൊന്നും ആരും അഭിപ്രായ വ്യത്യാസമുണ്ടായിട്ട് ഈ ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞിട്ടില്ല. പിന്നെ ഇതിനു മുമ്പ് തുടങ്ങിയ ചില സ്ഥാപനങ്ങളുടെ സൂചനകൾ നൽകുകയുണ്ടായി. ചെറുപ്പക്കാരനായി വന്ന രതീഷ് അസറ്റിൻ്റെ കാര്യം പറഞ്ഞു. ഈ അടുത്ത കാലത്താണ് പട്ടാമ്പി നിളയുടെ തീരത്തൊരു സ്ഥാപനം തുടങ്ങുന്നതിൻ്റെ ചിത്രം വന്നത്. അതിനു മുമ്പ് ഞാൻ മനസ്സിലാക്കുന്ന നിലമ്പൂർ സെക്കുലർ വാലി എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം തുടങ്ങുകയുണ്ടായി. അത് വൃദ്ധസദനം എന്ന രീതിയിലല്ല, സെക്കുലർ വ്യക്തികൾക്ക് അവിടെ സ്വകാര്യമായ, നേരത്തെ വേറെ ആരോ സൂചിപ്പിച്ചതുപോലെ സജിയേട്ടനാണെന്ന് തോന്നുന്നു, ഇത്ര സെൻറ്റ് സ്ഥലം, അതിനകത്തൊരു വീട്, അവർക്ക് സ്വതന്ത്രമായി ജീവിക്കുക, അവരൊരു കൂട്ടായ്മ എന്ന രീതിയിലാണ്. ഇതൊക്കെ പരീക്ഷണങ്ങളാണ്. ഒരുപക്ഷേ ബുദ്ധിസ്റ്റ് പരീക്ഷണം പണ്ട് ടിബറ്റിലൊക്കെ നടത്തിയതുപോലെ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നാൽ നമുക്ക് കുറച്ച് സുഖം കിട്ടുമല്ലോ എന്ന തെറ്റായ ധാരണയുടെ അടിസ്ഥാനത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പരീക്ഷിക്കാം, കാരണം അതൊരു ഉട്ടോപ്യൻ സങ്കല്പമാണ്. നാം ഈ സൊസൈറ്റിയിലാണ് ജീവിക്കേണ്ടത്, ഈ സൊസൈറ്റിയെയാണ് മാറ്റിയെടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഏതെങ്കിലും ഒരു ഒളിത്താവളത്തിൽ ഒളിച്ചിരിക്കുന്ന ഒരു പ്രവണത ജനാധിപത്യ പ്രക്രിയയ്ക്ക് ഗുണകരമാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ സെക്കുലർ വാലിയിൽ പോയി. സാദിഖ് അലി ഇന്ന് വരേണ്ടതാണ് ആ സെക്കുലർ വാലിയിലെ ദുരന്ത കഥാപാത്രം എന്നെനിക്ക് പറയേണ്ടി വരും. കാരണം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ബ്രദറിൻലോ മാത്രമാണ് ഇപ്പോൾ അവിടെ താമസിക്കുന്നത്. 6ഓളം വീടുകളുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. വെള്ളപ്പൊക്കം വന്നപ്പോൾ
വീടുകളിലൊക്കെ വെള്ളം കയറി, അതുകൊണ്ട് ആർക്കും ഇപ്പോൾ അതിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട് മാറി നിൽക്കുകയാണ്. ഈ പറഞ്ഞ മുഹമ്മദ് പാറയ്ക്കലുണ്ട്, അവിടെ ജബ്ബാർ മാഷിനൊരു വീടുണ്ട്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. മറ്റു പരീക്ഷണങ്ങളും നടത്തിയ ആൾക്കാരെക്കുറിച്ച് എനിക്കറിയാം. പക്ഷേ ഇതൊന്നും ഞാൻ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. പക്ഷെ കുറേ കൂടെ ക്രിയേറ്റീവായി ആധുനിക കാലത്തിന് അനുസരിച്ച് ഇത്തരം കാര്യങ്ങൾ കൊണ്ടുപോകണം. വയസ്സായവർക്കൊക്കെ ദേഷ്യം വരും, സ്വാഭാവികമാണ് എന്നൊക്കെ ജൈവശാസ്ത്രപരമായൊരു സമീപനം ഉള്ളതുപോലെ തന്നെ അതിൻ്റെ സാമൂഹികമായ ചില തലങ്ങളുണ്ട്. നമുക്ക് യൂറോപ്പിലെ പോലെ ഒരു ചിന്ത ഇവിടെ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നത് നല്ലതാണ്. പക്ഷേ അതിൻ്റെ എന്താ പറയുക, പരിസ്ഥിതി അല്ലെങ്കിൽ അത് വളരെ മതാത്മകമായ ഒരു സമൂഹത്തിലാവുമ്പോൾ എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും, അതെങ്ങനെ കൈകാര്യം ചെയ്യും എന്നതിലാണ് നമ്മുടെ കഴിവ് തെളിയിക്കേണ്ടത്. അത്തരത്തിലൊരു ചർച്ച കൂടി വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പറഞ്ഞ പല പരാമർശങ്ങളുണ്ടായി, പാഞ്ചാലിമേട്, അതുപോലെ തന്നെ സുധാകരൻ സാറ് പറഞ്ഞ മാനവ വേദി, ഇങ്ങനെയൊക്കെ പരീക്ഷണങ്ങൾക്ക് ശ്രമം നടത്തി. പക്ഷേ അതൊരു പൂർണ്ണതയിലെത്തിയിട്ടില്ല. എന്തായാലും ഒരു പൂർണ്ണതയിലെത്തിയ ഒരു പരീക്ഷണം ഉടനെ തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതിന് കുറച്ചുകൂടെ ജനാധിപത്യപരവും അതുപോലെ തന്നെ ആധുനികമായ കുറേ സമീപനങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. മറ്റെന്തെങ്കിലും ചോദ്യങ്ങളല്ലാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് സംശയങ്ങളുണ്ടെങ്കിൽ അത് മാത്രമാണ്. എന്തായാലും ഈ സെഷൻ നമുക്കത് പൂർത്തീകരിക്കാൻ കഴിയില്ല. ഈ ചർച്ച തുടരട്ടെ. ഈ അവതാരകനോട് മറുപടി പറയുന്നതിനായി ക്ഷണിച്ചുകൊണ്ട് സുഹൃത്തുക്കളെ, മറുപടി അല്ല, 10 പേര് ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നിലവിൽ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞെങ്കിലും ഇത് വേണമെന്ന അഭിപ്രായം ഈ സർക്കാർ തലത്തിൽ തന്നെ ശക്തമാവണം. എല്ലാം സർക്കാർ തലത്തിൽ തന്നെ വേണമെന്നുള്ള പറ്റില്ല, നമ്മൾ സർക്കാരിൻ്റെ പരിമിതികളുണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടന വഴി ഉണ്ടാവണം. ഇപ്പോൾ ചിലയിടത്ത് ചില വലിയ സംഘങ്ങളുണ്ട്, അല്ലെങ്കിൽ ചെറിയ ഗ്രൂപ്പുകളുണ്ട്, നല്ലതാണ്, അതേറെ ഉണ്ടാവണം. നമ്മൾ ഇത്തരം ചർച്ചകൾ, ഇപ്പം നടന്ന ചർച്ചകളിലൂടെ ഇതൊരു തുടക്കം ആയിക്കട്ടെ എന്നുള്ള എൻ്റെ അഭിപ്രായം ഉണ്ടാവണം. എൻ്റെ അഭിപ്രായം പറയാം, ഇത് വ്യക്തി അഭിപ്രായമാണ്, മറുപടിയൊന്നുമല്ല. KD സുധാകർ സാറ് കുറേ കാലം കൊണ്ട് ഈ സ്വപ്നം പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയാവുന്നതാണ്. സുധാകർ സാറ് എന്നെ ഒന്ന് മേൽനോട്ടം വഹിച്ച് നമുക്ക് ഈ ചർച്ച ഇപ്പം അവസാനിക്കുന്നില്ല, ഈ ഓൺലൈനിൽ ചർച്ച ആവാം. ഇതിനു വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുക, പ്രധാനപ്പെട്ട ആൾക്കാർ അതിൽ ആഡ് ചെയ്യുക, അതിൽ ചർച്ചകൾ തുടങ്ങട്ടെ. നേരത്തെ പറഞ്ഞ കുഞ്ഞമ്മ മാഡം പറഞ്ഞതുപോലെ തന്നെ സർക്കാരിലും ഒരു സമ്മർദ്ദം ചെലുത്തണം. ഈ പറഞ്ഞ പോലെ വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ, അത് മൊത്തത്തിൽ ഈ സർക്കാർ സ്ഥാപനങ്ങൾ കംപ്ലീറ്റ് സെക്യുലറാണ് കേട്ടോ, അത് നമ്മൾ തള്ളിക്കളയല്ലേ. ഈ സർക്കാർ വിദ്യാലയങ്ങൾ പോലെ തന്നെയാണ് സർക്കാർ സ്ഥാപനങ്ങൾ പരമാവധി സെക്യുലറാണ്, അതൊരു ഇടമാണ്. അപ്പം നമുക്ക് ഈ സൗജന്യങ്ങൾ ലഭിക്കുന്ന അവിടെയാണ്. നമ്മൾ അംഗൻവാടിയൊക്കെ ശ്രദ്ധിച്ച് നോക്കാൻ അറിയാൻ പറ്റും. അംഗൻവാടിയിൽ കുട്ടികൾക്ക് കിട്ടുന്ന പോഷകാഹാരങ്ങളൊക്കെ വളരെ പ്രധാനമാണ്, അത് നിസ്സാര കാര്യമല്ല. അംഗൻവാടി സിസ്റ്റം വളരെ സ്ട്രോങ് ആണ്, സെക്യുലറാണ്. അതുപോലെ സർക്കാരിൽ ഇത്ര സാധനങ്ങൾ ഉണ്ടാവണം, അത് പഞ്ചായത്ത് തലത്തിൽ ഉണ്ടാവണം ആവശ്യപ്പെടാം. അതോടൊപ്പം തന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഈ ഒരു ഉദാഹരണം പറയാം. എഫ് ലോയി എന്ന നീണ്ടകരക്കാരനായ ഒരു യുക്തിവാദി ഉണ്ടായിരുന്നു, പലർക്കും അറിയാം, സുധാകർ സാറിനൊക്കെ അറിയാൻ പറ്റും. അദ്ദേഹം നീണ്ടകാലം രോഗം, അതായത് ആർത്രൈറ്റിസ് രോഗമാണ്, ആയുർവേദ കോളേജിൽ നടത്തും ഞങ്ങളാണ് പോയി ശുശ്രൂഷിക്കുന്നത്. അദ്ദേഹം ആരും ഇല്ല ശുശ്രൂഷിക്കാമില്ലാതെ മരണപ്പെട്ടു പോയി, ഒറ്റയ്ക്കുള്ള ജീവിതമായിരുന്നു. നേരത്തെ വർഗീസ് സാറ് പറഞ്ഞതുപോലെ സോളി ഇടമറുക്, അതായത് സാക്ഷാൽ ഇടമറുകിൻ്റെ പ്രിയധർമ്മിണി ഒരു 1.5 മാസം ഹോസ്പിറ്റലിലായിരുന്നു. 1 മാസം ഞാൻ മാത്രമായിരുന്നു. അതൊരവസ്ഥ അറിയാം, ഞാൻ പെട്ടുപോയി എന്നാണ് അവസ്ഥ. അതെ, പിന്നെയാണ്, അതായത് സനൽ ഫിൻലാൻഡിലാണ്, ഗീത സ്വീഡനിലാണ്. ഗീത വന്നതിന് ശേഷമാണ് ഞാൻ റിലീസായത്. അപ്പോൾ അത് ഒരു വല്ലാത്ത അവസ്ഥ. ഇപ്പോൾ ഞാൻ വേറെ ആരെയും ഇല്ലാതായിപ്പോയി ആ അവസ്ഥയിൽ അല്ല. അപ്പോൾ എനിക്ക് ഡെയിലി ഓഫീസിൽ പോകാൻ പറ്റാത്ത അവസ്ഥ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. പണമുണ്ട്, പണം അയച്ചു തരും, പണമുണ്ടായാൽ മാത്രം പോരാ എന്ന് ഞാൻ അവിടെ മനസ്സിലാക്കുകയാണ്. അത് വലിയ സംഭവം. അപ്പം ഇങ്ങനെയുള്ള അവസ്ഥകൾ വരുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ടീം വരുമ്പോൾ ഒരാൾക്ക് ഒരു ആവശ്യം വരാൻ വേറൊരാളെ സഹായിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പം ഇങ്ങനെ അതും ഉണ്ടായി വരണം, സർക്കാരിൽ സ്ഥാനം ഉണ്ടായി വരണം. ഇങ്ങനെയാണ് നമ്മൾ ഈ ചർച്ച തുടങ്ങി. ഞാൻ ഇതിൽ വേറെ ഒന്നും പറഞ്ഞില്ല, ഇത്ര സാധനങ്ങൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നതിനോട് കൂടുതലുള്ളത്. അതിന് നമുക്ക് സാധിക്കുമെങ്കിൽ ഇപ്പം മാനവവേദി ഉണ്ട്, ഇതിൻ്റെ പേരിൽ സർക്കാരിലേക്ക് അപേക്ഷ കൊടുക്കാം, അതിൻ്റെ പേരിൽ ഗ്രൂപ്പുകൾ ഉണ്ടാവാം, ചർച്ചകൾ തുടങ്ങാം.
എവിടെ ആയാലും ഒരു സെൻ്റർ അല്ല, പല സെൻ്റർ, ചെറിയ ചെറിയ ഗ്രൂപ്പ്. ഇതിനും എനിക്ക് തോന്നുന്നു വലിയ കെട്ടിടം വെച്ച് തുടങ്ങണമെന്നില്ല. അടിസ്ഥാനപരമായി നമ്മൾപ്പെട്ട തന്നെ ഈ തറവാട് വീടുകൾ കാണും. ചിലപ്പം വീട് ഒഴിഞ്ഞവരൊക്കെ ആയിരിക്കും. അവിടെ പ്രാഥമിക ആശുപത്രി കാണും. അവിടെ തന്നെ വേണമെങ്കിൽ നമുക്ക് സെൻ്റർ തുടങ്ങാൻ പറ്റും. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വെച്ചാൽ ആരോഗ്യ പരിപാലനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. വെച്ചാൽ അങ്ങോട്ട് ചെല്ലുന്നതോറും ചില ആൾക്കാർക്ക് സഹായം വേണ്ടി വരും, ഹെൽപ്പ്, ഡേ കെയർ പോലെ. അപ്പോൾ അത്ര സാധനങ്ങളിൽ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ ചിലത് ഉണ്ടായി അതിനെ നമ്മൾ ബൂസ്റ്റ് ചെയ്ത് മറ്റിടത്തേക്ക് പ്രചരിപ്പിച്ചാൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമുക്ക് ശ്രമിക്കാമെന്നാണ്. അത് സുധാകരൻ സാറ് മേൽനോട്ടം വഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ സെഷൻ അവസാനിച്ചതായി അറിയിക്കുന്നു. അടുത്ത സെഷൻ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്.